ഷാർപ്പ് 3:30. എല്ലാവർക്കും സ്വാഗതം. SMT അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി നടത്തുന്ന കേരളത്തിലെ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റും NSE സർട്ടിഫിക്കറ്റ് ഹോൾഡറും പ്രൊഫഷണൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായ സന്തോഷ് മാധവൻ സാർ നയിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് PS തോമസ്. സന്തോഷ് സാറിന്റെ ക്ലാസ്സിൽ ട്രേഡിംഗ് സൈക്കോളജി പഠിപ്പിക്കുന്നു. നമുക്ക് പണം ഉണ്ടാക്കുന്നതിന്റെ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഉത്ബോധനം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവനവൻ ഇഷ്ടമുള്ള മുതൽ മുടക്ക് കൊണ്ട്, എത്ര ചെറിയ മുതൽ മുടക്ക് കൊണ്ടും എത്ര വലിയ മുതൽ മുടക്ക് കൊണ്ടും ആഗ്രഹിക്കുന്നത്രയും പണം സമ്പാദിക്കാൻ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല, ശങ്കിച്ചു നിൽക്കുന്നതിന്റെയോ മടിച്ചു നിൽക്കുന്നതിന്റെയോ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുന്നതിന്റെ കാരണം ഈ പറയുന്നത് സത്യമാണോ, ഇത് വല്ല തട്ടിപ്പുമാണോ, കയ്യിലിരിക്കുന്ന കാശ് പോകുമോ എന്നുള്ള സംശയങ്ങളാണ്. അപ്പോ ആഗ്രഹിക്കുന്നത്രയും പണം നേടാൻ പഠിപ്പിക്കാം എന്ന് പറയുന്നത് തന്നെ വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഭയപ്പാടുണ്ടാക്കുന്നുവെങ്കിൽ, സംശയം ഉണ്ടാക്കുന്നുവെങ്കിൽ, വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മുതൽ മുടക്കുന്ന വെറും 10,000 രൂപ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ അത്രയും ഒന്നും നേടാൻ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്കും ആ ഫോർമുല പഠിച്ചാൽ അവനവർക്ക് ആവശ്യമുള്ളത് നേടാൻ കഴിയുമെന്നിരിക്കെ, എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അതിനോട് നമുക്കൊരു ഭയപ്പാടുണ്ടാകുന്നത്? ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് ഈ പറയുന്നത് തന്നെ വെറും 10,000 രൂപ ഒരൊറ്റ പ്രാവശ്യം മാത്രം മുതൽ മുടക്കിക്കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാൻ പഠിപ്പിക്കാം എന്ന് പറയുന്നതിൽ തന്നെ എന്തോ പന്തികേടുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ പറയുന്നവർക്ക് അത് അറിയാമെങ്കിൽ പിന്നെ എന്തിനു പഠിപ്പിക്കാൻ നിൽക്കുന്നു? സ്വയം ചെയ്തങ്ങ് നേടിയാൽ കുറെ തുടങ്ങിയ നൂറ് സംശയങ്ങളായിരിക്കാം ഓരോ മനുഷ്യരുടെയും മനസ്സിൽ വരുന്നത്. അതല്ലാതെ ആ ഫോർമുല അറിയാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്രയും പണം നേടാൻ പഠിക്കാൻ കഴിഞ്ഞാൽ, അത് പഠിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അത് നേടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അത് വിശ്വസിക്കാൻ കഴിയാത്തതാണ് അടിസ്ഥാന കാരണം. അപ്പൊ നമുക്ക് അത് പരിശോധിക്കാം. നമുക്ക് ഈ പറയുന്നതെല്ലാം സത്യമാണോ, വാസ്തവമാണോ, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെല്ലാം സത്യമല്ലാത്തതോ തട്ടിപ്പുകളാണോ, അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ, നാമും ഒന്ന് ഇറങ്ങി തിരിക്കേണ്ടതുണ്ടോ, അതൊന്ന് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതെല്ലാം നെല്ലും പതിരും വേർതിരിച്ചറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ പണം ഉണ്ടാക്കുന്നതിന്റെ പല രഹസ്യങ്ങളും ഈ 3 മണിക്കൂർ സെഷൻ തന്നെ നമുക്ക് ഈ സെഷനിൽ തന്നെ, ഇന്നത്തെ സെഷനിൽ തന്നെ നാം കാണുന്നു. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി അവിടെ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനത്തോടെ, സത്യസന്ധമായ മനസ്സോടെ ക്ലാസ് പങ്കെടുക്കുക, ക്ലാസ് എടുക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധമായ മനസ്സോടെ. കാരണം നമ്മളെല്ലാവരും പരസ്പരം ഒരു ജെനുവിനിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ മനസ്സോടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, യാഥാർത്ഥ്യമാണോ, അവനവന്റെ സാമ്പത്തിക ജീവിതത്തിന് ബാധകമാണോ എന്നുള്ള ഒരു പഠന മനോഭാവത്തോടെ ആയിരിക്കണം ഓരോ പ്രസ്താവനകളും, അല്ലെങ്കിൽ ഓരോ പോയിന്റുകളും പരിശോധിക്കേണ്ടത്. ഓരോ വാക്കുകളല്ല, ഓരോ പോയിന്റുകളും. നമുക്ക് ഇവിടെ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ പഠന വിധേയമാക്കുക. തുറന്ന മനസ്സോടെ അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പരിശോധനാ വിധേയമാക്കുക. ഇന്നത്തെ ഈ സെഷൻ തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അത് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നതും നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് ഓരോ പോയിന്റുകൾ പരിശോധന വിധേയമാക്കാം. എല്ലാ ഭയപ്പാടുകളും, എല്ലാ മുൻവിധികളും മാറ്റിവെച്ചോട്ടെ. എല്ലാ ഭയപ്പാടുകളും, ഒരുപക്ഷെ മുൻപൊക്കെ പല ദുരനുഭവങ്ങളും ഉണ്ടായതൊക്കെ ആവാം നമ്മളെ ഭയപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത്. അത്തരം എല്ലാ ഭയപ്പാടുകളും മാറ്റിവെച്ച് യാതൊരു മുൻവിധികളുമില്ലാതെ ഓരോ പോയിന്റുകളും സത്യമാണോ, വാസ്തവമാണോ എന്നുള്ള പരിശോധനാ മനോഭാവം ഉണ്ടായിരിക്കട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ, നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ, നാം പ്രതീക്ഷിച്ചതാണോ എന്നുള്ളതല്ല. നമ്മുടെ സാമ്പത്തിക യാത്രയിൽ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ നാം പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ 100% ബാധകമായ കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ അറിവായി മാറുകയും ചെയ്യുക. കാരണം നമുക്കൊരു നിലപാടുണ്ടാകണം, നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയണം. അതിന്റെ കാരണം അടുത്ത പ്രസ്താവന മുതൽ പരിശോധിച്ചു തുടങ്ങാം. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. ഇത് തർക്ക വിഷയമാണെന്ന് തോന്നുന്നില്ല. ഈ പ്രസ്താവന ആർക്കും സംശയം ഉണ്ടാവില്ല. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. അപ്പോൾ പുതിയ അറിവുകൾ നാം അറിയുമ്പോൾ അത് അവനവന്റെ അറിവാക്കി മാറ്റാനും അവനവനൊരു നിലപാടെടുക്കാനും കഴിയും. അവനവന്റെ നിലപാടുകൾ അവനവൻ നടപ്പാക്കാത്തതാണ് പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം. കാരണം ആരും 3ാം ക്ലാസ്സുകാരൊന്നുമല്ലോ, ആരും കൊച്ചുകുട്ടികളല്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവനവന്റെ സാമ്പത്തിക ജീവിതത്തിൽ ബാധകമാണോ എന്നും ഒരു പുതിയ അറിവ് കേൾക്കുമ്പോൾ
പുതിയ അറിവ് കേൾക്കുമ്പോൾ പുതിയ അറിവ് എന്നുള്ളത് ഇന്നലെ വരെ അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവിന്റെ ഘടകവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കാം. അപ്പൊ അവിടെയാണ് നാം നമ്മുടെ സ്വന്തം ബുദ്ധിയും യുക്തിയും നന്നായി ഉപയോഗിക്കേണ്ടത്. പുതിയ അറിവുകളും അത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് നോക്കിക്കൊണ്ട് അത് അവനവന്റെ സാമ്പത്തിക ജീവിതത്തിൽ ബാധകമാണെന്ന് നിങ്ങൾക്ക് 100% ബോധ്യമാകുന്ന കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ അറിവാകണം. അത് നിങ്ങളുടെ നിലപാടായി മാറണം. അവനവന്റെ നിലപാട് എന്ത് വില കൊടുത്തും ഇച്ഛാശക്തിയോടെ നടപ്പാക്കുകയും വേണം. അങ്ങനെയായാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണം നേടാൻ കഴിയും. അതിന്റെ പല രഹസ്യങ്ങളും ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ക്ലാസ്സിലേക്ക് വരിക. ഏതായാലും ഒരു പോയിന്റ് ഏതായാലും നമുക്ക് നോക്കാം. ഇന്നലെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. നാം പുതിയ അറിവുകൾ നേടേണ്ടിയിരിക്കുന്നു. പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള മേഖലയാണ്, പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയാണ് എന്നതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള മേഖലയുമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരു ജോലി കൊണ്ട് നേടാൻ കഴിയുന്ന പണത്തിനും വരുമാനത്തിനും ഒരു സാച്ചുറേഷൻ, അതിർവരമ്പ്, ഒരു ലിമിറ്റ് ഉണ്ട്. ജോലി കൊണ്ട് നേടാൻ കഴിയുന്നതിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിർവരമ്പുകളില്ലാത്ത, അഭിമാനകരമായ ജീവിതത്തിന് ആവശ്യമായ അതിർവരമ്പുകളില്ലാത്ത വീണ്ടും വീണ്ടും വളരുന്ന സാമ്പത്തിക പ്രവാഹം നേടണമെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്തേ മതിയാകൂ. സ്റ്റോക്ക് മാർക്കറ്റ് ഒഴിച്ചുള്ള മറ്റെന്ത് ബിസിനസ് ചെയ്യാനും താരതമ്യേന കൂടിയ മൂലധനം, ഓഫീസ്, മറ്റ് നിരവധി മാനേജ്മെന്റുകൾ, ഓഫീസ് സ്റ്റാഫ്, മറ്റ് നിരവധി കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അവനവൻ ഇഷ്ടമുള്ള സ്ഥലത്തിരുന്നു കൊണ്ട്, അവനവന്റെ വീട്ടിലിരുന്നു കൊണ്ട്, കമ്പ്യൂട്ടറോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവനവന്റെ വിരൽത്തുമ്പ് കൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ എളുപ്പമുള്ള മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ ഇനി നാം പരിശോധിക്കേണ്ടത്, ഇനി പറയുന്ന ഓരോ പോയിന്റുകളും സത്യസന്ധമായി അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പരിശോധിക്കുക. ഒരേ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരേ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ആകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റുമായി താരതമ്യം ചെയ്താൽ മറ്റു മേഖലകളാകട്ടെ. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻട്രാഡേ ആകട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആവട്ടെ, ഓപ്ഷൻ ബൈയിങ് ആവട്ടെ, ഓപ്ഷൻ സെല്ലിംഗ് ആവട്ടെ, ഏത് സെഗ്മെന്റ് ആകട്ടെ, ഒരേ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ട്, ഒരേ കയറ്റിറക്കങ്ങളും ഒരേ ലാഭനഷ്ട സാധ്യതകളും ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല എന്നത് വ്യക്തം. ഇനി സ്റ്റോക്ക് മാർക്കറ്റും മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്താലും, സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, ഗോൾഡ് സ്വർണ്ണ വ്യാപാരമാകട്ടെ, തുണി വ്യാപാരമാവട്ടെ, പെട്രോകെമിക്കൽ വ്യാപാരമാവട്ടെ, ഫാർമ മേഖലയാകട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഏത് സാമ്പത്തിക മേഖലയാകട്ടെ, സാമ്പത്തിക അന്വേഷികൾ ഒരേ അവസരത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്, ഏതെങ്കിലും ഒരു മേഖലയായതുകൊണ്ട്, പണം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയായതുകൊണ്ട്, പലരും പണം ഉണ്ടാക്കുന്ന മേഖലയായതുകൊണ്ട് ഒരേ അവസരത്തിലേക്ക്, ഒരേ മേഖലയിലേക്ക് ഇറങ്ങി ചെന്നതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ, അറിയുന്ന കാര്യമായിരിക്കാം. ഇന്ന് പലപ്പോഴും പലതും ഒരു വമ്പൻ പുതിയ അറിവുകൾ ആകണമെന്നില്ല. പണം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ചില തിരിച്ചറിവുകൾ ആയിരിക്കാം ഇന്ന് ലഭിക്കുന്നത്. ശ്രദ്ധിച്ചു പോവുക, ഒരേ മേഖലയായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. ഇനി അടുത്ത ചോദ്യം, അടുത്ത പരിശോധന, അത് ഒരുപക്ഷെ എല്ലാവർക്കും സാമ്പത്തികാന്വേഷികൾ എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമായിരിക്കാം. അതുകൊണ്ട് ചിലർ അറിയാത്തവരും ഉണ്ടാകാം. അത് നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ നമുക്കൊന്ന് ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാം, ചുരുങ്ങിയ സെക്കൻഡുകൾ. ചോദ്യം ചോദിക്കുമ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയാമെന്ന് പറയുകയോ അല്ലെങ്കിൽ സത്യമാണെന്ന് പറയുകയോ അതല്ലെങ്കിൽ ഒരു കമന്റ് ഇടുകയോ ചെയ്യുക. അടുത്ത ചോദ്യം സ്വല്പം ഒരൊറ്റ ചോദ്യം തന്നെ നീണ്ടുപോയേക്കാം, എങ്കിലും നോക്കുക. നമുക്ക് ഒരേ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വ്യക്തം. അടുത്ത പ്രസ്താവന നോക്കുക. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ് എന്നറിയുന്നവരല്ലേ ഈ ക്ലാസ്സിൽ ഏതാണ്ട് എല്ലാവരും തന്നെ? ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരായ മനുഷ്യരുടെ കൈവശമാണ്. ബാക്കി 10% ധനം മാത്രമാണ്. ബാക്കി 10% ധനം മാത്രമാണ് ഇനിയുള്ള 90% ധനികരല്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വീതിക്കാൻ ലഭിച്ചിരിക്കുന്നത്. 10% ധനം മാത്രമാണ്.
ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്നവരല്ലേ, ഈ ഒരു കണക്ക് അറിയുന്നവരല്ലേ, ഏതാണ്ട് എല്ലാവരും തന്നെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് അറിയാമെന്ന് പറയുകയോ അല്ലെങ്കിൽ അത് കമന്റ് ഇടുകയോ സന്തോഷം. ആ പ്രസ്താവന ഒന്ന് നീണ്ടു ആയതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ചില പ്രസ്താവനകൾ ഇടയ്ക്ക് പലപ്പോഴും ആവർത്തിക്കുന്നുണ്ടാകും. അതിൽ അരോചകത അരുതേ എന്ന് അപേക്ഷിക്കുന്നു. ചിലപ്പോൾ നെറ്റിന്റെ ഇഷ്യൂ കൊണ്ടോ പലർക്കും ഇവിടെ നല്ല അവരവരുടെ വീട്ടിലിരിക്കുകയല്ലേ, ശ്രദ്ധ പോകുന്നത് കൊണ്ടൊക്കെ ചിലത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. ഈ പ്രസ്താവന ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ്. ബാക്കി 10% ധനം മാത്രമാണ് ഇനിയുള്ള 90% ധനികരല്ലാത്ത മനുഷ്യർക്കും വീതിക്കാൻ ലഭിച്ചിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതറിയുന്നവരില്ലേ ഈ ക്ലാസ്സിൽ? ഇതറിയുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് വഴിയോ മൈക്ക് ഓൺ ചെയ്തോ ഒന്ന് ഇന്ററാക്ട് ചെയ്തോ. ഇടയ്ക്ക് എല്ലാ സന്ദർഭങ്ങളും നമുക്ക് അതിന് കഴിയില്ല. കാരണം നമുക്ക് ഈ ഒരു കുറച്ച് സമയത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ പഠിപ്പിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. യെസ്, താങ്ക് യു സർ, താങ്ക് യു രാജേഷ് സർ, താങ്ക് യു. സന്തോഷം. അതെ, എല്ലാവരും കൂടെ ഉത്തരം പറയണമെന്നില്ല, ഒന്ന് രണ്ടുപേര് പ്രതിനിധീകരിച്ച് അറിയാം. ഓക്കെ, അത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്രസ്താവനയിൽ ആഴത്തിൽ പരിശോധിക്കേണ്ടുന്ന ഘടകം ഇതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പ്രസ്താവന സത്യസന്ധമായി പരിശോധിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനം കൈയാളുന്ന ഈ 10% മാത്രം വരുന്ന ധനികരായ മനുഷ്യരാണോ ബാക്കി 90% ധനികരല്ലാത്ത മനുഷ്യരെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ, ബുദ്ധി കൂടിയ മനുഷ്യർ എന്നർത്ഥമുണ്ടോ എന്നാണ്. ഉത്തരം സ്വയം പറഞ്ഞോളൂ, കണ്ടെത്തിക്കോളൂ. പറ്റുമെങ്കിൽ അത് കമന്റ് ചെയ്തോളൂ. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം, നീണ്ടുപോയത് കൊണ്ട്, ആ ചോദ്യം നീളനായതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനം കൈയാളുന്ന ഈ 10% മാത്രം വരുന്ന ധനികരായ മനുഷ്യരാണോ ബാക്കി 90% ധനികരല്ലാത്ത മനുഷ്യരെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ, ബുദ്ധി കൂടിയ മനുഷ്യർ എന്നർത്ഥമുണ്ടോ എന്നാണ്. അല്ല എന്നെല്ലാവർക്കും അറിയാം, ഇല്ല എന്നെല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് ഇങ്ങനെ തിരിച്ചു പരിശോധിക്കാം. കാരണം തിരിച്ചു പരിശോധിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകും. അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ, ബുദ്ധിശാലികളായ മനുഷ്യർ പോലും, അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ, ബുദ്ധിശാലികളായ മനുഷ്യർ പോലും ധനികരല്ലാത്ത 90%-ൽ പെട്ടു ബുദ്ധിമുട്ടുമ്പോൾ അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഠിനാധ്വാനികളല്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ പോലും ആ ധനികരായ 10% മനുഷ്യരിൽ പെടുന്നതും കാണാം. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഇത് സത്യസന്ധമായി പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല പണത്തിന്റെ മാനദണ്ഡം. ധനം ഒരു മനുഷ്യനിലേക്ക് പണം വരുമോ ഇല്ലയോ എന്നുള്ളതിന്റെ മാനദണ്ഡം, ഒരുവൻ സമ്പത്ത് നേടുമോ, സ്ഥിര വരുമാനം നേടുമോ, പണം നേടുമോ ഇല്ലയോ എന്നുള്ളതിന്റെ മാനദണ്ഡം ഈ പറഞ്ഞതൊന്നുമല്ല, മേഖലയല്ല. അത് ആദ്യം തന്നെ കണ്ടു, മേഖലയല്ല. കാരണം ഒരേ മേഖലയിൽ ആയതുകൊണ്ട് പണം ഉണ്ടാകണമെന്നില്ല. മേഖലയല്ല, അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല. പിന്നെന്താണ് പണത്തിന്റെ രഹസ്യം? അതല്ലേ ഒന്ന് അറിയേണ്ടത്. പിന്നെന്താണ് ഒരു മനുഷ്യനിലേക്ക് പണം വരുമോ ഇല്ലയോ തീരുമാനിക്കുന്ന ഘടകം? എന്താണ് ആ 10% മനുഷ്യരെ ധനികരാക്കി നിലനിർത്തുന്നത്? എന്താണ് അവരിലേക്ക് പണം കുമിഞ്ഞുകൂടുന്നതിന്റെയും? ബാക്കി ഈ 90% ആളുകളും അറിവുണ്ടായിട്ടും, അതിൽ പലരും അറിവുണ്ടായിട്ടും, കഴിവുണ്ടായിട്ടും, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും, കഠിനാധ്വാനികളായിട്ടും, ബുദ്ധിശാലികളായിട്ടും എന്തുകൊണ്ടാണ് ഈ 90% ആളുകളിലേക്ക് പണം വന്നു ചേരാത്തത്, നിലനിൽക്കാത്തത്? എന്താണ് ഈ 10% ആളുകളെ അവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? എന്താണ് അവരിലേക്ക് പണം വരുന്നതിന്റെ പ്രധാന ഘടകം, അടിസ്ഥാന ഘടകം? അതിനൊരു മനഃശാസ്ത്ര വശമുണ്ട്. അതിന് ഉത്തരം ഇതാണ്. അതിന് ഉത്തരം അറിയാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അറിയാൻ ആഗ്രഹിച്ചാൽ മതിയാവും. അതിന് ഉത്തരം ഇതാണ്. ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ, മസ്തിഷ്കത്തിന്റെ, തലച്ചോറിന്റെ, ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ് അവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിർണായക നിയമം എന്നല്ല, മാരക നിയമം എന്ന് തന്നെയാണ്. അതിന്റെ സയൻസ് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് തന്നെ. ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായും പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ് ഒരുവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം മേഖലയല്ല, അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ഇതൊന്നുമല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ആവർത്തിക്കേണ്ടത് ആവശ്യകതയില്ല. ബ്രെയിനിന്റെ, അത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക്, മറ്റു രണ്ട് രീതികളിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങൾ എല്ലാവരും സാമ്പത്തിക അന്വേഷികളാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ മനസ്സോടെ, തുറന്ന മനസ്സോടെ ഇത് പരിശോധിക്കുക. കാരണം നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായി ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാകും.
പണം ഉണ്ടാക്കാനായി ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ, സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ മറ്റേത് മേഖലയാകട്ടെ, നാം ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മുന്നോട്ട്. അതിനു മുൻപ് ഈ മനഃശാസ്ത്ര വശം ഒന്ന് കണ്ടിട്ട് പോയിട്ട് പ്രയോജനമുള്ളൂ. പണം ഉണ്ടാക്കാനായി ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കും. ബ്രെയിൻ ആണ്. അവിടെ ഹാർട്ടോ, ലിവറോ, പാൻക്രിയാസോ, കണ്ണോ, മൂക്കോ, നാക്കോ അല്ല. കണ്ണോ, മൂക്കോ, കാതോ ഒന്നുമല്ല. കാരണം അന്ധരായ, മൂകരായ, ബധിരരായ നിരവധി കോടീശ്വരന്മാർ ലോകത്തുണ്ട് എന്നിരിക്കെ അതൊന്നുമല്ല കാര്യം. ബ്രെയിൻ ആണ്. അതായത് ഒരു കാര്യം, ഒന്ന് നിങ്ങൾ ഈ പോയിന്റ് ഒക്കെ നിങ്ങളുടെ അറിവാക്കി മാറ്റുക. അതൊന്ന് ശക്തമായി മനസ്സിലാക്കിക്കോളൂ. പണം ഞാൻ നേടി, എനിക്ക് നേടാൻ കഴിഞ്ഞില്ല. പണം ഞാൻ നേടും, എനിക്ക് നേടാൻ കഴിയും. അല്ലെങ്കിൽ പണം എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടും പണം നേടാൻ കഴിഞ്ഞില്ല, എനിക്ക് പണം നേടാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, പണം നേടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം ഞാനിന്, മൊത്തം എനിക്ക് അവിടെ ഉത്തരവാദിത്വമില്ല. മൊത്തം എന്റെ അവയവങ്ങൾക്ക് അവിടെ ഉത്തരവാദിത്വമില്ല. അതെന്റെ ബ്രെയിനിന്റെ, അത് ആ മനുഷ്യന്റെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ്. അയാൾ പണം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ ബ്രെയിനിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ആ പണം ഉണ്ടാക്കുന്നതിൽ ബ്രെയിനിന്റെ പങ്ക് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലായാലും പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, പണം ഉണ്ടാക്കി തരുന്നതും പരാജയപ്പെടുത്തുന്നതും പണം ഉണ്ടാക്കുന്നത് ബ്രെയിൻ തന്നെയാണ്. അതെല്ലാവരും അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് സത്യസന്ധമായി മനസ്സിലാക്കുക. പണം ഉണ്ടാക്കുന്നതിൽ ബ്രെയിനിന്റെ പങ്ക് കൂടെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. പിന്നെ അവിടെ ഇനി മറ്റൊരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബ്രെയിനിന്റെ സോഫ്റ്റ്വെയർ, മൈൻഡ്. പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് വല്ല പങ്കുമുണ്ടോ? എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും ഉണ്ട്. മൈൻഡിനല്ലേ പങ്കുള്ളൂ, അതും അറിയാം, മൈൻഡിനെ പങ്കുള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി നാം റൈറ്റ് ടൈമിൽ നടത്തി അത് പണമാക്കി മാറ്റണമെങ്കിലും മൈൻഡിന് നിർണായക പങ്കുണ്ട്. അപ്പൊ പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് വലിയ പങ്കുണ്ട്. അതായത് ഒരു സാമ്പത്തിക യാത്ര വിജയലക്ഷ്യം കാണുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ സാമ്പത്തിക യാത്രയുടെ രണ്ട് ചിറകുകൾ ഒരുപോലെ പ്രവർത്തന നിരതമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ട് ചിറകുകൾ ഒരുപോലെ പ്രവർത്തന നിരതമായെങ്കിലാണ് ആ സാമ്പത്തിക യാത്ര വിജയതീരമണിയുക. ആ രണ്ട് ചിറകുകളാണ് മൈൻഡ് ആൻഡ് മെത്തേഡ്. മൈൻഡ് ആൻഡ് മെത്തേഡ്. M+M = മണി. പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന്റെ പങ്കും ക്ലിയർ ആയിരിക്കണം. ആ പണം ഉണ്ടാക്കാനുള്ള മെത്തേഡും റൈറ്റ് ആയിരിക്കണം. മൈൻഡ് പ്ലസ് മെത്തേഡ് = മണി. മൈൻഡ് ആൻഡ് മെത്തേഡ് = മണി. മൈൻഡ് പ്ലസ് മെത്തേഡ് സമം പണം. അത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചാകുമ്പോൾ ട്രേഡിംഗ് സൈക്കോളജി പ്ലസ് ട്രേഡിംഗ് മെത്തേഡ് സമം പണം. ട്രേഡിംഗ് സൈക്കോളജി പ്ലസ് ട്രേഡിംഗ് മെത്തേഡ് സമം പണം. ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തന നിരതമായെങ്കിലേ പണം ഉണ്ടാക്കാൻ കഴിയൂ. ഇത് അറിയാത്തത് കൊണ്ടാണ് മലയാളികൾ ബഹുഭൂരിപക്ഷവും സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ആഗ്രഹിക്കുന്ന അളവിൽ പണം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള മേഖലയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും മാർക്കറ്റിൽ ഇറങ്ങിയതിനു ശേഷം പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഈ രണ്ട് ചിറകുകൾ ഒരുപോലെ പ്രവർത്തന നിരതമാകാത്തത് കൊണ്ടാണ്. അത് നമ്മുടെ ഈഗോകളെല്ലാം വെടിഞ്ഞ്, നമ്മുടെ ഈഗോയും മുൻവിധികളും ഭയപ്പാടുകളും എല്ലാം മാറ്റിവെച്ച് അത് തുറന്ന മനസ്സോടെ അവനവന്റെ അറിവാക്കി മാറ്റിയാൽ ഉറപ്പായി വിജയിക്കാൻ കഴിയും. ഇന്ന് തന്നെ അതിന്റെ മെത്തഡുകൾ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അത് മറ്റൊരു രീതിയിൽ, ശരീരശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ, ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം ദേഹശക്തി കൊണ്ടല്ല മനഃശക്തി കൊണ്ടാണ് എന്ന്. അപ്പൊ ഈ പണം ഉണ്ടാക്കുന്നതിൽ മനഃശക്തിയുടെ പങ്ക് ഒന്ന് കണ്ടതിന് ശേഷം നമുക്കൊരു ആ ഒരു ബ്രെയിനിന്റെ ഒരു മാരക നിയമം എന്ന് പറഞ്ഞല്ലോ അതൊന്ന് കാണാം. ആ ഒരൊറ്റ നിയമം അറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അതിനു മുൻപ് നമുക്ക് ആ മനഃശക്തി കൊണ്ട് പണം ഉണ്ടാക്കുന്ന രഹസ്യം ഒന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ട് പോകാം. മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മനഃശക്തി കൊണ്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഈ മനഃശക്തി എന്താണെന്ന് തന്നെ വ്യക്തതയില്ല. കാരണം അതിന് ഉത്തരം വളരെ ലളിതമായതുകൊണ്ട് അതൊന്നും നമ്മുടെ കണ്ണിൽ പിടിക്കില്ല. മനുഷ്യന് ത്രില്ലിംഗ് ആയതും കോംപ്ലിക്കേറ്റഡ് ആയതും എന്തോ വമ്പൻ കാര്യം പോലെ തോന്നിക്കുന്ന കാര്യങ്ങളോടുമേ മനുഷ്യന് പ്രതിപത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലളിതമായ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും കേൾക്കുമ്പോൾ അത് നമുക്കുള്ളതല്ല എന്ന ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല എന്നുള്ള അവഗണനാ മനോഭാവം മനുഷ്യർക്ക് വന്നു ചേരാനിടയുണ്ട്. കാരണം മനുഷ്യനൊരു ബുദ്ധിജീവിയാണെന്ന് ധാരണ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ അമിത ബുദ്ധികളൊക്കെ മാറ്റിവെച്ചിട്ട് ചില ചെറിയ കാര്യങ്ങളും പ്രസക്തമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ പണം ഉണ്ടാക്കാൻ കഴിയുക. അതിനാൽ തന്നെ നമുക്ക് ഈ മനഃശക്തി എന്താണെന്ന് ആദ്യം നോക്കാം. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതിനെ ഒരു തിരിച്ചറിവിലേക്കാണ് ഇന്ന് നാം കൊണ്ടുപോകുന്നത്. നമുക്ക് ഒരുപാട് മനഃശക്തികളുടെ പേരറിയാം. ആത്മവിശ്വാസം, ഇച്ഛാശക്തി, ധൈര്യം, ഭയം. ഭയം എന്നൊരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം എന്നല്ല. ഇതെല്ലാം ഒരൊറ്റ മനഃശക്തിയാണ്. നേരെ കാര്യത്തിലേക്ക് വരാം. ഇത് വലിച്ചു നീട്ടുന്നില്ല, കാരണം വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം മനഃശക്തി എന്താണ്? ജസ്റ്റ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുതരാം. ചിന്തയാണ് നമ്മുടെ മനഃശക്തി.
ബ്രെയിൻ ആണ് നമുക്ക് നേടിത്തരുന്ന അവയവം. പണം, ലക്ഷ്യങ്ങൾ നേടിത്തരുന്ന അവയവം പണമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാകട്ടെ, വൈകി വന്നവർക്കായി സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയമാണ്. പണം ഉണ്ടാക്കുന്നതിൽ മനഃശക്തിക്ക് വലിയ പങ്കുണ്ട്, മൈൻഡിന് വലിയ പങ്കുണ്ട്, ബ്രെയിനിന് പങ്കുണ്ട്. അതിൽ ആ മനഃശക്തി എന്താണെന്നാണ് നാം കാണുന്നത്. നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആത്മവിശ്വാസം എന്നാൽ എനിക്ക് കഴിയുമെന്ന ചിന്തയാണ്. ഇച്ഛാശക്തി എന്നാൽ എനിക്കത് കഴിഞ്ഞേ പറ്റൂ എന്ന ചിന്തയാണ്. ധൈര്യം എന്നാൽ എനിക്കത് അപകടം കൂടാതെ നടപ്പാക്കാൻ കഴിയുമെന്ന ചിന്തയാണ്. ഭയം എന്നാൽ, ഒരു നെഗറ്റീവ് എടുത്താൽ, ഭയം എന്നാൽ ഞാനത് ചെയ്താൽ അപകടം പറ്റുമെന്ന ചിന്തയാണ്. ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം എന്നാൽ എനിക്കത് വേണമെന്ന ചിന്തയാണ്. ഏത് മനഃശക്തി എടുത്ത് നിങ്ങൾ തലനാഴിക കീറിക്കോളൂ, അത് ചിന്തയിലായിരിക്കും അവസാനിക്കുക. അപ്പൊ മനഃശക്തി എന്നാൽ ചിന്ത, ചിന്ത എന്നാൽ മനഃശക്തി. ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അത്രയും ലളിതമായ പോയിന്റ് ആണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾ ലൈഫിൽ വിട്ടുകളയാതിരുന്നാൽ പണം ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാരണം പണം ഉണ്ടാക്കാനായി നമുക്ക് ഈ മനഃശക്തി എന്നെടുത്ത് ഉപയോഗിക്കണം. ഈ മനഃശക്തി എന്താണെന്ന് അറിഞ്ഞെങ്കിലേ പണം ഉണ്ടാക്കാനായി ഈ മനഃശക്തി എടുത്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ബ്രെയിൻ ആണ് പണം നേടിത്തരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും ബ്രെയിൻ ആണ് പണം നേടിത്തരുന്നത്. ഈ മനഃശക്തി, നമ്മുടെ മനഃശക്തിയാണ് മറ്റൊരു അതിന്റെ സോഫ്റ്റ്വെയർ ആയി പറഞ്ഞാൽ മനഃശക്തി. അപ്പൊ മനഃശക്തി എന്നത് ചിന്തയാണ്. സിമ്പിൾ, ഒറ്റ വാക്കിൽ അത് പറഞ്ഞുതരാം. മനുഷ്യൻ എന്ത് ചിന്തയാണോ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്, അതാണ് ബ്രെയിൻ നേടിത്തരുന്നത്. സിമ്പിൾ. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഒരു നിർണായക കാര്യങ്ങളിലേക്ക് പോകാൻ. അതായത് എന്ത് ചിന്തിക്കുന്നുവോ നമുക്ക്, അതായത് ഇത്രയേ ഉള്ളൂ. കാശ് എന്ന് ചിന്തിക്കുന്നവന്റെ ബ്രെയിൻ, അത് സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഏത് സെഗ്മെന്റ് ആകട്ടെ, മറ്റേത് സാമ്പത്തിക മേഖലയാകട്ടെ, ബ്രെയിൻ ആണ് നേടിത്തരുന്നതെന്ന് ആദ്യം അസന്ദിഗ്ധമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അത് വിട്ടുപോകരുത്. വൈകി വന്നവർക്ക് അത് കിട്ടിക്കൊള്ളുന്നില്ല. ക്ലാസിന്റെ ഒഴുക്കിലേക്ക് അങ്ങ് വരിക. ബ്രെയിൻ ആണ് നേടിത്തരുന്നത്, തർക്കമില്ല. പണം നമുക്ക് പണം നേടുമോ ഇല്ലയോ തീരുമാനിക്കുന്നത് ബ്രെയിൻ ആണ്. നമുക്ക് നേടിത്തരേണ്ടത് ബ്രെയിൻ ആണ്. മനഃശക്തി ചിന്തയാണ്. എന്ത് ചിന്ത, അതാണ് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ, ഇൻപുട്ട്, വിത്ത്. കാശ് എന്ന് ചിന്തിക്കുന്നവന്റെ ബ്രെയിൻ അവന് കാശ് നേടിക്കൊടുക്കുന്നു. ദാരിദ്ര്യം എന്ന് ചിന്തിക്കുന്നവന്റെ ബ്രെയിൻ അവന് ദാരിദ്ര്യം നേടിക്കൊടുക്കുന്നു, കഷ്ടപ്പാടുകൾ നേടിക്കൊടുക്കുന്നു. ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഇല്ല അല്ല എന്ന് ചിന്തിക്കുന്നവരുടെ ബ്രെയിൻ അവർക്ക് അത് നേടിക്കൊടുക്കുന്നു. ബഹുഭൂരിപക്ഷം മനുഷ്യർ എന്താ ചിന്തിക്കുന്നത്? പ്രത്യേകിച്ച് ധനികരല്ലാത്ത മനുഷ്യർ എന്താണ് കൂടുതലായി ചിന്തിക്കുന്നത്? ഇല്ല, അല്ല, ഒല്ല, കോപ്പ്, പണ്ടാരം, ബുദ്ധിമുട്ടാണ്, പണമില്ല, പൊളിവാണ്, നഷ്ടമാണ്, എല്ലാം പോക്കാണ്. അവന്റെ ബ്രെയിൻ അത് തന്നെ നേടിക്കൊടുക്കുന്നത്. കാരണം അവൻ സ്വന്തം ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ, സിഗ്നൽസ് അതാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. കാരണം വമ്പൻ കാര്യങ്ങളല്ല നമുക്ക് പണം ഉണ്ടാക്കി തരുന്നത്. ബ്രെയിൻ ആണ് പണം ഉണ്ടാക്കി തരുന്നത് എന്ന് ഇടയ്ക്ക് ആവർത്തിക്കുന്നു. കാരണം നമ്മൾ ഒരുപക്ഷെ അത് വിട്ടുപോയേക്കാം ഒരു തിരിച്ചറിവ്. അതേസമയം ധനികനോ, നമുക്ക് നോക്കാം. ഈ രണ്ട് ചിന്താധാരകളെയും ഇത് സയൻസ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടോ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്ത് മനസ്സിലാക്കിയിട്ടോ അല്ല ദരിദ്രനാകുന്നതും ധനികനാകുന്നതും. പിന്നെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അത് സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്, കൾച്ചറാണ്. ധനികത ഒരു സംസ്കാരമെങ്കിൽ ദരിദ്രത ഓപ്പോസിറ്റ് സംസ്കാരമാണ്. ഈ രണ്ട് സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് മനഃശക്തി, മൈൻഡ് പവർ, മനഃശക്തി, ചിന്ത എങ്ങനെയാണ് യൂസ് ആകുന്നത്, ഉപയോഗപ്പെടുന്നത്, ബ്രെയിനിലേക്ക് എന്ത് സിഗ്നൽ ആണ് പോകുന്നത്, ബ്രെയിൻ അതുകൊണ്ടാണ് അത് നേടിക്കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. നമുക്കൊരു അതീവ ദരിദ്രന്റെ ചിന്തയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു അതീവ ദരിദ്രന്റെ ചിന്ത, മനഃശക്തിയാണ് ചിന്ത, ചിന്തയാണ് മനഃശക്തി. അതീവ ദരിദ്രന്റെ ചിന്ത എങ്ങനെയായിരിക്കും? ജനിച്ചപ്പോൾ തന്നെ ദരിദ്രനായി ജനിച്ച്, ദരിദ്രന്റെ വീട്ടിൽ ജനിച്ച്, ദരിദ്ര കൂട്ടുകാർക്കൊപ്പം വളർന്ന്, ദരിദ്ര കോളനിയിൽ വളർന്ന്, ദരിദ്രനായി ജീവിച്ച്, മുതിർന്നപ്പോഴത്തേക്കും ആകപ്പാടെ എല്ലാം പൊളിഞ്ഞു പോയി. കോവിഡ് കൂടെ വന്നപ്പോഴത്തേക്ക് ഒന്നും പറയണ്ട, ഉള്ള വീട് ജപ്തിയാകാൻ പോകുന്നു. ഒരാൾക്ക് ചെക്ക് കൊടുത്തതാണ്, ചെക്ക് കേസ് അറസ്റ്റ് വാറണ്ടായി വന്നിരിക്കുന്നു. ചുരുക്കി പറയണം. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് ജപ്തി നോട്ടീസും, ദാരിദ്ര്യം കാരണം, പണമില്ലാത്തത് കൊണ്ട് ജപ്തി നോട്ടീസും അറസ്റ്റ് വാറണ്ടും ഒരുമിച്ച് സ്വീകരിക്കുന്ന ഈ ദരിദ്രന്റെ സ്വാഭാവികമായ മനഃശക്തി, ഒരു ക്ലാസ്സും പങ്കെടുക്കാത്ത, ഒരു സയൻസും അറിയാത്ത സ്വാഭാവികമായ മനഃശക്തി എന്താ? ചിന്ത. സ്വാഭാവികമായ ചിന്ത എന്തായിരിക്കും? എന്റെ ഒരു ദാരിദ്ര്യം ബ്രെയിനിലേക്ക് എന്ത് കൊടുത്ത ദാരിദ്ര്യം? ഓക്കെ, ദാരിദ്ര്യം എന്ന ഇൻപുട്ട് കൊടുക്കുന്ന ബ്രെയിൻ എന്ത് നേടിക്കൊടുക്കും? ദാരിദ്ര്യം നേടിക്കൊടുക്കും. അപ്പൊ ചിലർ പറയൂ, എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് ഈ നിയമങ്ങൾ നടപ്പാക്കപ്പെടാതിരിക്കുന്നതിന് കാരണമായി തീരുന്നില്ല. ബ്രേക്ക് കൊടുക്കേണ്ടിടത്ത് ആക്സലറേറ്റർ കൊടുത്തിട്ട് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല എന്നതുപോലെയാണ് നമ്മുടെ എല്ലാ മെക്കാനിസങ്ങളും. ദാരിദ്ര്യം എന്ന ഇൻപുട്ട് കൊടുത്താൽ അവന്റെ ബ്രെയിൻ ദാരിദ്ര്യത്തിന് നേടിക്കൊടുക്കുന്നു. അപ്പൊ വീണ്ടും അവന് ദാരിദ്ര്യം വരും. അപ്പൊ അയാൾ വീണ്ടും എന്ത് ചിന്തിക്കും? അയ്യോ, പിന്നെയും ദാരിദ്ര്യം. ഇവൻ എപ്പോഴും ദാരിദ്ര്യം, അല്ല, ഇല്ല, ഒല്ല, കോപ്പ്, പണ്ടാരം തുടങ്ങിയ ബുദ്ധിമുട്ടാണ്, കാശില്ല എന്ന് പറയും തോറും അത് തന്നെ അവന്റെ ബ്രെയിൻ നേടിക്കൊടുത്തുകൊണ്ടിരിക്കും.
നമുക്ക് ആ മനഃശക്തി രഹസ്യമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പ്രോഗ്രാം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയമാണ് വൈകിയൊന്നും ആവർത്തിക്കുന്നത്. നമുക്കൊരു ധനികന്റെ ചിന്ത നോക്കാം. ധനികന്റെ മനഃശക്തി, ഒരു ധനികന്റെ ചിന്ത എങ്ങനെയാണ്? ധനികന്റെ ചിന്ത, നിങ്ങൾ സാധാരണ ധനികനെ നോക്കരുത്. ഒരു 5000 കോടി മാർജിൻ മീൻസ് തന്റെ ലയബിലിറ്റിയെക്കാളും 5000 കോടി മീതിയുള്ള, കാരണം അല്ലെങ്കിൽ പലപ്പോഴും പല ധനികരായി കാണപ്പെടുന്നുണ്ടാകാം, പക്ഷേ ആസ്തിയെക്കാളും കൂടുതൽ ലയബിലിറ്റി, ബാധ്യത ഉണ്ടാകാം. അതല്ല, ഒരു 5000 കോടി മാർജിനുള്ള ഒരു മാർവാടി സേട്ടു ധനികന്റെ സ്വാഭാവിക മനഃശക്തി, ചിന്ത എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് നോക്കണ്ട, അങ്ങനെ ആയിരിക്കാമോ എന്ന് നോക്കുക. ഒരു 5000 കോടി ആസ്തി മാർജിനുള്ള ഒരു മാർവാടി സേട്ടു ധനികന്റെ ചിന്ത, മനഃശക്തി ചിന്ത എങ്ങനെയായിരിക്കും? രാവിലെ എണീക്കുമ്പോ മുതൽ കാശേ 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 കാശേ, അത് മണി. ആ ചിന്തയെ കുറിച്ച് അറിയുന്ന ഈ ദരിദ്രൻ ആ ചിന്തയെ ചൂണ്ടി ഇങ്ങനെ കമന്റ് പറയും, അവന്റെയൊക്കെ ഏത് നേരത്തെ ചിന്ത കാശിനെ കുറിച്ചാണ് എന്ന്. അതായത് ഒരു ദരിദ്രനെ സംബന്ധിച്ച് അതൊരു കുറ്റമായാണ് കാണുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ധനികന്റെ രഹസ്യങ്ങളെല്ലാം ദരിദ്രർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും കുറ്റങ്ങളുമായും കാണപ്പെടുന്നത് കൊണ്ടാണ് ദരിദ്രരെ ധനികത പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നതും ആ ദരിദ്രരായി തന്നെ നിലകൊള്ളുന്നതും ധനികനായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതെവിടെയാണ് ഈ ഒരുവൻ ധനികനാകുമോ ദരിദ്രനാകുമോ എന്നുള്ളത്? നേരെ ആ വാക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരുവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന്, ഒരുവൻ ധനികനാകുമോ ദരിദ്രനാകുമോ എന്ന് നിർണ്ണയിക്കുന്ന ഒന്നാം ഘട്ടം എവിടെയാണ്? ഒന്നാം ഘട്ടം, അതും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിക്കൊള്ളണമെന്നില്ല. നമുക്കൊരു വിശദീകരണങ്ങൾ സഹിതം തരാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധാപൂർവം കേൾക്കുക. ധനികതയും ദരിദ്രതയും വേർതിരിക്കുന്ന ഒന്നാം ഘട്ടം, എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്, പരിശീലനം നേടിയവരാണ്. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്, പരിശീലനം നേടിയവരാണ്. ഇത് പറയുമ്പോഴും ധനികരല്ലാത്തവർ പറയും ഇത് വെറുതെ കള്ളം പറയുന്നതാണ്, നുണ പറയുന്നതാണ്, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം ആളെ കൂട്ടാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്നല്ല. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്. ഒന്നുകിൽ അവർ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ വന്ന് ട്രെയിൻഡ് ആകുന്നതല്ല എങ്കിൽ എല്ലാ ധനികർക്കും വീട്ടിൽ ട്രെയിനിങ് ഉണ്ട്. ഇത് ദരിദ്രർ അറിയുന്നില്ല. അയൽപ്പക്കത്തെ ദരിദ്രൻ പോലും അറിയുന്നില്ല. ഒന്നുകിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പോയി ട്രെയിൻഡ് ആകുന്നു, അതല്ലെങ്കിൽ എല്ലാ ധനികർക്കും വീട്ടിൽ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. അതായത് മധ്യ കേരളത്തിലൊക്കെ അതിസമ്പന്ന കുടുംബങ്ങളിൽ എല്ലാ വർഷവും കുടുംബയോഗം ഉണ്ട് എന്ന് കേൾക്കുന്നവരുണ്ടോ? എല്ലാ വർഷവും കുടുംബയോഗമുണ്ട് മധ്യ കേരളത്തിലെ അതിസമ്പന്ന കുടുംബങ്ങളിൽ എല്ലാ വർഷവും കുടുംബയോഗം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളതല്ലേ ഇവിടെ? ഇപ്പൊ മിക്കവാറും പല സ്ഥലങ്ങളിലും ഉണ്ടാകാം, പക്ഷെ മധ്യകേരളത്തിൽ പ്രധാനമായിട്ടുണ്ട്. മധ്യകേരളത്തിലെ അതിസമ്പന്നർക്ക് എല്ലാ വർഷവും കുടുംബയോഗമുണ്ട്. അത് മുൻകൂട്ടി ഡേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ വരികയും അത് ഹാർഡ് ട്രെയിനിങ്ങൾ, ധനികനായി ജീവിക്കണം, അഥവാ പൊളിഞ്ഞാൽ എന്ത് ചെയ്യണം, ജീവിക്കുകയാണെങ്കിൽ ധനികനായി ജീവിക്കണം, അതിനായി എന്ത് ചെയ്യണം, ഹാർഡ് ട്രെയിനിങ് ഉണ്ട്. അതൊരു അതിസമ്പന്ന കുടുംബങ്ങളുടെ ഒരു ട്രെയിനിങ് വാചകമാണ്. ദരിദ്രനോട് കൂട്ടുകൂടരുത്. ധനികനായി ജീവിക്കുകയും പണം ആർജിക്കുകയും ധനികത നിലനിർത്തുകയും ധനികനായി ജീവിക്കുകയും ചെയ്യണമെങ്കിൽ ദരിദ്രനോട് കൂട്ടുകൂടരുത്. ഇതുപോലെ സൂം ക്ലാസ്സുകളിലൊക്കെ പറയുമ്പോൾ താഴെ നെഗറ്റീവ് കമന്റുകളുടെ പ്രളയം തന്നെ വരും. ഇതൊക്കെ ജാടയല്ലേ, ഇതൊക്കെ അനാവശ്യ കാര്യങ്ങളല്ലേ, നെഗറ്റീവ് അല്ലേ എന്നൊക്കെ. അതിന്റെ സയൻസ് അടുത്ത 20 മിനിറ്റിനുള്ളിൽ, അതൊരു മാരക നിയമം, നിർണായകമെന്നല്ല, അതിന്റെ മാരക നിയമം തന്നെ അടുത്ത 20 മിനിറ്റിനുള്ളിൽ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള ക്ഷമ ആർക്കില്ല? ആ ഒരു ദരിദ്രനില്ല. അതായത് ആ ഒരു ചിന്തയെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ്. ദരിദ്രതയും ധനികതയും വേർതിരിക്കുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഒന്ന് ട്രെയിൻഡ് ആകുമ്പോൾ ലഭിക്കുന്ന മൈൻഡ് സെറ്റിന്റെ പേരാണ് റിച്ച് മൈൻഡ് സെറ്റ്. പുവർ മൈൻഡ് സെറ്റ്. ആർക്കാണോ റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ജന്മനാ തന്നെ വന്നു ചേരുന്നത്, അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്നത്, റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവന്റെ ബ്രെയിൻ അവന് ധനം നേടിക്കൊടുക്കുന്നു. പുവർ മൈൻഡ് സെറ്റ് ഉള്ളവന്റെ ബ്രെയിൻ അവന് ദാരിദ്ര്യം നേടിക്കൊടുക്കുന്നു. അത് സയന്റിഫിക് ആണ്, മനഃശാസ്ത്രപരമാണ്. ശരിക്കും അതിന്റെ മനഃശാസ്ത്രപരമായ പേര് റിച്ച് മൈൻഡ് സെറ്റ് എന്നുമല്ല, മണി മൈൻഡ് സെറ്റ് എന്ന് തന്നെയാണ്. മണി മൈൻഡ് സെറ്റ്. ആർക്കാണോ മണി മൈൻഡ് സെറ്റ് ഉള്ളത്, മണി ഹെൽത്ത് കോൺഷ്യസ്, വെൽത്ത് കോൺഷ്യസ്, അതുപോലെ മണി മൈൻഡ് സെറ്റ് ആർക്കാണോ, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളത് കൊണ്ട്, മണി മൈൻഡ് സെറ്റ് അതിന്റെ ഒന്നാണ് ട്രെയിൻഡ് ആണ് എന്നുള്ളത്. ട്രെയിനിങ്ങിലൂടെയും ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്.
ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ധനികൻ തന്റെ കുടുംബവുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്താ ധനികൻ പഠിപ്പിക്കുക? നമുക്ക് ഇന്ന ഇന്ന ആസ്തികളുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ആസ്തികളുണ്ട്, നിങ്ങൾ കാണാത്തൊരു വീടും ലാൻഡും വാങ്ങിച്ചിട്ടുണ്ട്, അതൊരു ഹിൽ സ്റ്റേഷനിലായതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്, നമുക്ക് സമയം കിട്ടും അവിടെയും പോകാം. ഇൻ കേസ് നമുക്ക് ഇന്ന ആസ്തികളുണ്ട്, നമുക്ക് ഇൻ കേസ് ഓഫ് എന്റെ ഡെത്ത്, ഞാൻ ഡെത്ത് ആയാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഇന്നിടത്താണ് ഇരിക്കുന്നത്, നിങ്ങൾ സമീപിക്കേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇന്ന ആളാണ് തുടങ്ങിയതാണ് ധനികൻ പഠിപ്പിക്കുന്നതെങ്കിൽ, ദരിദ്രൻ എന്താ പഠിപ്പിക്കുക? നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, അവനെ കണ്ടുപിടിക്കുക. ദരിദ്രൻ ട്രെയിൻ ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്തലും വഴക്കുണ്ടാക്കലുമാണ്. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്. നിങ്ങൾ ഏത് മേഖല നോക്കിക്കോളൂ, ലോകത്തിലെ ഏത് മേഖല നോക്കിക്കോളൂ, ഏതെങ്കിലും ഒരു മേഖലയിൽ അയാൾ ആയുഷ്കാലം മുഴുവൻ ആവശ്യമായ പണം കൂടെ സമ്പാദിച്ചുവെങ്കിൽ അയാൾ ആ മേഖലയിൽ ട്രെയിൻഡ് ആണ്. അത് ക്രിക്കറ്റ് ആവട്ടെ, ചെസ് ആവട്ടെ, നൃത്തമാവട്ടെ, സംഗീതമാകട്ടെ, ആ മേഖലയിൽ നിന്ന് അയാൾ ആവശ്യത്തിന് പണം കൂടെ നേടിയെങ്കിൽ അയാൾ ആ മേഖലയിൽ ഒരു കോച്ചിൽ നിന്ന് കോച്ചിങ് എടുത്തതാണ്, ആധികാരിക കോച്ചിങ് എടുത്തതാണ്. നമുക്ക് PSC എക്സാമോ എൻട്രൻസ് എക്സാമോ പോലും, PSC എക്സാമോ എൻട്രൻസ് എക്സാമോ പോലും സീരിയസ് ആയി ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് അറിവുകൾ കൊണ്ടല്ല പോകുന്നത് എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ മലയാളിയോ പണം മുടക്കി പണം നേടുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ വരെ കേട്ട അറിവുകളും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവുകളും യൂട്യൂബ് അറിവുകളും. കാരണം പണം മുടക്കി പഠിക്കാൻ മടിയാണ്. കാരണം ഒരിക്കലും വാല്യുബിൾ ആയത്, വിലപിടിപ്പുള്ളതൊന്നും സൗജന്യമായി കിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് അതേപോലെ ജസ്റ്റ് ഒരു PSC എക്സാമോ എൻട്രൻസ് എക്സാമുകൾ പോലും സീരിയസ് ആയി ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് അറിവുകൾ കൊണ്ടല്ല പോകുന്നത് എന്നുള്ളത് ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. അങ്ങനെ യാഥാർത്ഥ്യങ്ങളുമായിട്ടാണ് നാം പരിശോധന വിധേയമാക്കേണ്ടത്. എന്തിനേറെ ഒരു ഹൈസ്കൂൾ തല, ഒരു 10ാം ക്ലാസ് തല, ഒരു ഹൈസ്കൂൾ തല ഉപജില്ലാതല സംഗീത മത്സരത്തിൽ പോലും 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയ ആ കുട്ടികൾ ഒരു ഗുരുമുഖത്ത് നിന്ന് സംഗീതം പഠിച്ചതാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. പിന്നെയാണോ പണം മുടക്കി പണം നേടുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ തനിയെ ചെയ്തു പഠിച്ചു നേടാമെന്ന് കരുതുന്നതാണ് മലയാളികളുടെ ഏറ്റവും വലിയ അബദ്ധം. പണം നഷ്ടപ്പെട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. തനിയെ ചെയ്തു പഠിച്ചു നേടാമെന്ന് കരുതുന്നതാണ് മലയാളികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാന രഹസ്യം. എന്തുകൊണ്ടെന്നാൽ ഒരു ട്രെയിനിങ്ങിൽ, ഒരു കോച്ചിങ്ങിൽ മാത്രം ആ കോച്ച് തന്റെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന പല അത്ഭുതകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന അറിവുകളുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്ന ഒന്നുകൂടെ, ആ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ, ആര്യനന്ദ ബോംബെയിൽ പോയി സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 1 കോടി രൂപ സമ്മാനം നേടിയെന്ന് കേട്ട ഉടനെ സംഗീതം പഠിക്കാത്ത കുറെ പേര് ബോംബെക്ക് വണ്ടി കയറിയിട്ട് പ്രയോജനമില്ല എന്നതുപോലെയാണ് ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും ചെറിയ മുതൽ മുടക്ക് കൊണ്ട് കോടാനുകോടികൾ നേടിയെന്ന് കേട്ട ഉടനെ മലയാളികൾ ആ സാധ്യത മാത്രം കണ്ട് ഇറങ്ങിത്തിരിക്കുന്നത്. രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും ട്രെയിൻഡ് ആണ്. അവരവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോച്ചിനടുത്ത് പോയി കോച്ചിങ് എടുത്ത് ഫോളോ അപ്പും കഴിഞ്ഞിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങി വിജയിച്ചത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഇപ്പോഴല്ലേ ക്ലാസ് കഴിയുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കൂടെ, എഴുതി വെച്ചോളൂ. രാകേഷ് ജുൻജുൻവാലയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ പേര്, നിങ്ങൾ ഗുരു ഓഫ് രാകേഷ് ജുൻജുൻവാല എന്ന് ഗൂഗിൾ ചെയ്താൽ രാധാകൃഷ്ണൻ ദമാനി എന്ന് കാണാൻ കഴിയും. ഗുരു ഓഫ് വാറൻ ബഫറ്റ് എന്ന് ഗൂഗിൾ ചെയ്താൽ ബെഞ്ചമിൻ ഗ്രഹാം എന്ന് കാണാൻ കഴിയും. അപ്പൊ രാകേഷ് ജുൻജുൻവാല തന്റെ ഗുരുവായ രാധാകൃഷ്ണൻ ദമാനിയിൽ നിന്നും, വാറൻ ബഫറ്റ് തന്റെ ഗുരുവായ ബെഞ്ചമിൻ ഗ്രഹാമിൽ നിന്നും ആ ട്രിക്കുകൾ, ആ സീക്രട്സ് മനസ്സിലാക്കിയതിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി വിജയിച്ചത്. അവിടെയാണ് മലയാളികൾ പണം മുടക്കി തനിയെ ചെയ്ത് പഠിച്ചു നേടാമെന്ന് കരുതുന്നത്. ഒരിക്കലും ചെയ്യരുത്. പഠിക്കാൻ മനസ്സിലായെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. കയ്യിലുള്ള കാശ് പോകുമെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് അനുഭവിച്ചറിയൽ ഇവിടെയും ഉണ്ടാകാം. അതാണ് ഒരു കോച്ചിങ് ക്യാമ്പിൽ, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അത്ഭുതം എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ടീച്ചർ കൊടുക്കാനുണ്ടാവും. നമുക്ക് നോക്കാം. അതായത് ഇവിടെയും നമുക്ക് നോക്കാം, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്താണ് ലഭിക്കുക. അതിനൊരു ഉദാഹരണം നമുക്ക് കാണാം. ഇവിടെ നമ്മൾ പറയുന്നു, ഇവിടെ നമ്മുടെ ക്ലാസ്സുകളിൽ, ഇവിടെ എന്റെ പേര് PS തോമസ് എന്നാണ്, സന്തോഷ് സാറിന്റെ ക്ലാസ്സിലേക്കാണ് നാം പോകുന്നത്. സന്തോഷ് മാധവൻ സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ SMT അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി ആധികാരികമായി നടത്തുന്ന ക്ലാസ്സുകളിൽ വെറും 10,000 രൂപ കൊണ്ട്, ഒരൊറ്റ പ്രാവശ്യം മാത്രം മുതൽ മുടക്കുന്ന, ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറും 10,000 രൂപ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അത് പിന്നെ പലരും പറയും അതൊന്നും ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നുമല്ല, അവർ പിന്നെയും മണി പമ്പ് ചെയ്തിരുന്നു, അതൊന്നുമല്ല. അത് അറിയാത്തത് കൊണ്ടാണ്. അതിനൊരു സീക്രട്ട് ഉണ്ട്.
ഇത് പഠിപ്പിക്കാമെന്ന് പറയുമ്പോഴും അത് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഒരുപക്ഷെ അത്രയും ഒന്നും തുക വേണ്ട, എനിക്ക് ന്യായമായ ഒരു പണം ഉണ്ടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്കും ആ ഫോർമുല, ആ സീക്രട്സ്, ആ ട്രിക്സ്, ആ മെത്തേഡ് മനസ്സിലാക്കിയാൽ അവനവൻ ആവശ്യമുള്ളത് നേടാൻ കഴിയുമെന്നറിയാം. എന്നിട്ടും എന്താണ് അത് പഠിക്കാൻ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അത് പഠിക്കാൻ ഇറങ്ങി പുറപ്പെടാത്തത്? അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് തട്ടിപ്പാണ്. ഇവർ ഈ പറയുന്നത് ഭയങ്കര തട്ടിപ്പാണ്, ഉടായിപ്പാണ്. വെറും 10,000 രൂപ മുതൽ മുടക്ക് കൊണ്ട് രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല അറിയാവുന്നവരാണെങ്കിൽ പിന്നെ എന്തിന് പഠിപ്പിക്കാൻ നിൽക്കുന്നു? സ്വയം അങ്ങ് ചെയ്ത് നേടിയാൽ പോരെ. ഇതൊക്കെയാണ് മനുഷ്യർക്കുണ്ടാകുന്ന സംശയങ്ങൾ. കാരണം നമുക്ക് ഇന്നലെ വരെ കേൾക്കാത്തതെല്ലാം, ഇന്നലെ വരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെല്ലാം, ഇന്നലെ വരെ നമുക്ക് അറിയാത്തതെല്ലാം അത് തെറ്റാണ്, തട്ടിപ്പാണ് എന്നുള്ള മുൻവിധിയാണ്. അതല്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഉണ്ടാവാം. തട്ടിപ്പുകളൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ലോകത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ആ യാഥാർത്ഥ്യം ഏത്, തട്ടിപ്പേത്, നെല്ലും പതിരും വേർതിരിച്ചറിയാനുള്ളത്. ഒരു സത്യമായത് ഏത്, യാഥാർത്ഥ്യമായത് ഏത്, ജെനുവിനായത് ഏത്. അപ്പൊ ഇന്ന് നിങ്ങൾ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയായിരുന്നു ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ പറയുന്നതിനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ സംസാരം കേൾക്കുമ്പോഴും അവനവൻ ഒരു സത്യസന്ധമായ മനസ്സും പരിശോധന മനോഭാവം ഉണ്ടെങ്കിൽ ഈ പറയുന്നത് ജെനുവിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ആ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തിക നേടാനുള്ള വെറും 10,000 രൂപ മാത്രം ഒരു ഒറ്റ പ്രാവശ്യം മുതൽ മുടക്കിക്കൊണ്ട് അത് നേടാൻ ഒരു ഫോർമുലയുണ്ട്, ഒരു ട്രിക്ക് ഉണ്ട്. അതൊരു സിമ്പിൾ സയൻസ് ആണ്. അത് പഠിച്ചാൽ ആർക്കും ചെയ്യാൻ കഴിയുകയും ചെയ്യും. പക്ഷെ ഇത് നമുക്ക് വിശ്വസനീയമായി തോന്നിക്കുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഇന്നലെ വരെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ടോ? നമ്മുടെ ധാരണകളെല്ലാം ശരിയാണോ? നാം നമ്മുടെ ധാരണകളെ ഇടയ്ക്കൊക്കെ അതായത് ഒന്ന് മാറ്റാൻ തയ്യാറാകേണ്ടതുണ്ടോ? എല്ലാ കേസിലുമല്ല. നമുക്ക് ശരിക്കും അത് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മാറ്റുന്നതാണോ നല്ലത്? നമുക്ക് തമ്മിലാണ് മാറ്റം വരുത്താൻ കഴിയുക. അപ്പൊ അത്തരം കാര്യങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്താണ് സ്പെഷ്യലായി ലഭിക്കുക എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നമുക്കൊന്ന് കാണാം. അതൊരു മാരക നിയമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഉദാഹരണം കാണും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ കുറെ അന്ധവിശ്വാസങ്ങൾ മാറാനും ഇത്തരം തെറ്റിദ്ധാരണകൾ മാറാനും പണം ഉണ്ടാക്കുന്ന ചില സീക്രട്സ് മനസ്സിലാക്കാനും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ പണം ഉണ്ടാക്കാനുള്ള ചില രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കൊരു കാര്യം ഒന്ന് പരിശോധിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കഴിയുന്നവരൊക്കെ ഒന്ന് എല്ലാവരെയും പ്രതിനിധീകരിച്ച് കഴിയുന്നവരൊക്കെ ഒന്ന് ഉത്തരം പറയുക. ചോദ്യം കുറച്ച് നീളൻ ചോദ്യമാണ്, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആവർത്തിക്കാം ആ ചോദ്യം. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടി, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. ആ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. ആ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? അതോ മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങൾ അറിയാതെ എന്നുള്ള ചോദ്യം വ്യക്തമായി മനസ്സിലാക്കണേ. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച്, നിങ്ങളുടെ മസ്തിഷ്കം, നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ ജീവിത ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കാൻ, നിങ്ങൾക്കത് എത്തിച്ചു തരാൻ, നിങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയുമോ? ഇത് അന്ധവിശ്വാസമോ മതവിശ്വാസപരമായ ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്, ശാസ്ത്രീയമായ ചോദ്യമാണ്. അന്ധവിശ്വാസമോ മതപരമായതല്ല ഞാൻ ചോദിക്കുന്നത്, സയന്റിഫിക് ആയ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങൾ അറിയാതെ എന്ന് വാക്ക് വ്യക്തമായി കേൾക്കണം. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ സാമ്പത്തിക ലക്ഷ്യം തന്നെ നിങ്ങൾക്ക് നേടിത്തരാൻ, നിങ്ങൾ അറിയാതെ അത് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ, നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ അത് എത്തിച്ചു തരാൻ എനിക്ക് കഴിയുമോ? അതെ സാർ, വോയിസ് കട്ടാവുന്ന സാറിന് മാത്രമാണ്. കാരണം കട്ടാവുന്നെങ്കിൽ മറ്റു പലരും അറിയിക്കുമായിരുന്നു. അത് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ സാർ കേൾക്കുന്നുണ്ടാവില്ല. ഏതായാലും ഒന്ന് പറയാമോ? ഇതിന് ഉത്തരം ഒന്ന് പറയാമോ? ഇതിന് ഉത്തരം കഴിയുന്നവർക്ക് ഒന്ന് പറഞ്ഞോളൂ. അപ്പോഴാണ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ കഴിയും. കാരണം ഇത് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്കൊന്ന് പരസ്പരം സമ്മതിക്കേണ്ടതുണ്ട്. എല്ലാവരും സത്യസന്ധമായിട്ടൊന്ന് ഉത്തരം പറഞ്ഞു. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടില്ലാത്തവര് മൈക്ക് ഓൺ ചെയ്യാനോ കമന്റ് ചെയ്യാനോ സാഹചര്യമുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ഉത്തരം പറഞ്ഞോളൂ. കഴിയോ? നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ കഴിയോ? കഴിയില്ല. മണികണ്ഠൻ സാർ കഴിയില്ല. റിയൽമി എന്ന അക്കൗണ്ട് പേര് എഴുതാൻ നന്നായിരുന്നു. ശബ്ദം ഒരുപാട് വരുന്നു. ഒന്ന് കമന്റ് ചെയ്തോളൂ. റിയൽമി എന്ന അക്കൗണ്ടിൽ നിന്ന് കഴിയില്ല എന്ന് ചോദ്യം
ബോറടിക്കരുത്, കാരണം കേൾക്കാത്തൊരു ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടാവാം. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. ആ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച്, കിഷോർ കുമാർ സാർ പറയുന്നു കഴിയില്ല. കിഷോർ കുമാർ സാർ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച്. നാസർ സാർ പറയുന്നത് കഴിയില്ല. നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് തന്നെ, നിങ്ങളുടെ ബ്രെയിനിന്റെ ശേഷികൾ തന്നെ. അഭിലാഷ് സാർ പറയുന്നത് കഴിയില്ല. ഇനിയും പോരട്ടെ. സുരേഷ് സാർ പറയുന്നത് കഴിയില്ല. സുരേഷ് സാർ പറയുന്നത് കഴിയില്ല. ഓക്കെ, അപ്പൊ ചോദ്യം വ്യക്തമാണ്. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു വലിയ സാമ്പത്തിക ലക്ഷ്യമോ വലിയൊരു ജീവിത ലക്ഷ്യമോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ എത്തിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് തന്നെ, നിങ്ങളുടെ ബ്രെയിനെ കൊണ്ട് തന്നെ അത് നേടിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് ചോദ്യം. ശാസ്ത്രീയമായ ചോദ്യമാണ്. അപ്പം എബിൻ സാർ പറയുന്നു ഇല്ല. എബിൻ സാർ പറയുന്നു ഇല്ല. അഭിജിത്ത് സാർ പറയുന്നു കഴിയുമെന്ന് പറയുന്നു. അമ്മയെ തല്ലിയാൽ 2 വർഷം. നമുക്ക് നോക്കാം. ഏതായാലും ഇതിനുത്തരം ഇവിടെയാണ് നമ്മൾ. സുധീർ സാർ നെവർ. സുധീർ സാർ പറയുന്നു നെവർ. സുധീർ സാർ പറയുന്നു നെവർ. ഓക്കെ, ഇതിനുത്തരം ഇപ്പം ഇതിനുത്തരം നിങ്ങൾ പറഞ്ഞ ഉത്തരമല്ല എങ്കിൽ മറ്റൊന്നാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമായാൽ അഭിജിത്ത് സാർ നോ. അഭിജിത്ത് സാർ പറയുന്നു നോ. അഭിജിത്ത് സാർ പറയുന്നു നോ. ഇതിനുത്തരം നിങ്ങൾ പറഞ്ഞ ഉത്തരമല്ല, മറ്റൊന്നാണ് ശരി എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ ആ ഉത്തരം മാറ്റാമോ? ഇവിടെയാണ് ആ പ്രസക്തി. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. പുതിയ മറ്റൊന്നാണ് ശരിയായ അറിവെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ മാറ്റാൻ തയ്യാറാണോ? അവിടെയാണ് നമ്മിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നേടുന്നതിന് പിന്നിലും ഇത്തരം ചില പുതിയ അറിവുകളെ നാം 2 കൈ നീട്ടി സ്വീകരിക്കേണ്ടതുണ്ട്. ആ അറിവാണ് ശരിയെന്ന് ബോധ്യമായില്ല. അപ്പൊ ഞാൻ മണികണ്ഠൻ സാറ്, കിഷോർ കുമാർ സാറ്, നാസർ സാറ്, അഭിലാഷ് സാറ്, സുരേഷ് സാറ്, എബിൻ സാറ്, സുധീർ സാർ, അഭിജിത്ത് സാർ എന്ത് പറയുന്നു? ആ ഉത്തരമല്ല ശരി, മറ്റൊന്നാണ് ശരിയെന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി ബോധ്യമായാൽ എല്ലാ ഈഗോകളും വെടിഞ്ഞ് അത് മാറ്റാൻ തയ്യാറാണോ? ആ ഉത്തരം മാറ്റാൻ തയ്യാറാണോ? മണികണ്ഠൻ സാർ പറയുന്നു യെസ്. ജയ്സൺ സാർ പറയുന്നു യെസ്. ഇനിയും മറ്റുള്ളവര്, കിഷോർ കുമാർ സാറ്, നാസർ സാറ്, അഭിലാഷ് സാറ്. നാസർ സാർ പറഞ്ഞു തയ്യാർ, യെസ്. എബിൻ സാർ പറഞ്ഞു തയ്യാർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അത് നല്ലൊരു ചിന്ത. അതാണ് ഇവിടെ നമുക്ക് സത്യമെന്ന് ബോധ്യമായാൽ, അഭിലാഷ് സാർ പറയുന്നു യെസ്. യെസ്, നമുക്ക് സത്യമെന്ന് ബോധ്യമായ നാം എന്ത് ചെയ്യണം? അത് മാറ്റണം. അത് നമ്മുടെ ഉത്തരമല്ല. മുഹമ്മദ് അസറുദ്ദീൻ സാർ പറയുന്നു ഓക്കെ, നമുക്ക് നോക്കാം. അതിനുത്തരം കഴിയുമെന്നാണ്. അതിനുത്തരം കഴിയും എന്നാണ് ഞാൻ പറയുന്ന. അന്ധവിശ്വാസവും മതവിശ്വാസവും അല്ല, തികച്ചും ശാസ്ത്രീയ മനഃശാസ്ത്രപരമാണ് ഞാൻ പറയുന്നത്. സയൻസ് അതിനുത്തരം കഴിയുമെന്നാണ്. നമുക്ക് നോക്കാം. ശാസ്ത്രത്തിന് എപ്പോഴും എന്തുണ്ട്? പ്രൂഫ് ഉണ്ട് അല്ലേ? അപ്പൊ അതിന് പ്രൂഫ് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ശരിക്കും ഇതിന് പ്രൂഫ് കൊടുക്കാൻ പാടില്ല അല്ല. ഇദ്ദേഹം മുങ്ങാണോ? അല്ല, ഞാൻ മുങ്ങല്ല. ഞാൻ അതിന് പ്രൂഫ് തരാം. പ്രൂഫ് കൊടുക്കാൻ ശരിക്കും പ്രൂഫ് കൊടുക്കാതെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. അതിന് തെളിവ് കൊടുക്കാൻ പാടുള്ളതല്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമ്മുടെ തെളിവ് തരാം കേട്ടോ. കാരണം ആ വിശ്വാസത്തിലേക്ക് ഭംഗം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എന്താ പറയാ, ഒരു ടീച്ചിങ് ഒക്കെ എപ്പോഴും അതായത് അതിന്റെ യാഥാർത്ഥ്യബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവർ പറഞ്ഞ പോലെ ആ വിശ്വാസ്യതകൾക്ക്, മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസ്യതയ്ക്ക് പോറലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ട് അതിന് തെളിവ് തരിക തന്നെ ചെയ്യാം. പക്ഷെ തെളിവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കാരണം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് മാജിക് കാണിക്കുമ്പോൾ, ഒരു മജിഷ്യൻ മാജിക് കാണിക്കുമ്പോൾ ആ മാജിക്കിന്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ മാജിക് കാണിക്കുന്നതെങ്കിൽ പിന്നെ ആ മാജിക്കിന്റെ ഫലം ഉണ്ടാവില്ല. എന്ന് പറയുന്നത് ഫലപ്രാപ്തിക്ക് ഭംഗം തട്ടും. അപ്പോ പിന്നെ അത് മാജിക്കായി മാറില്ല. പറഞ്ഞ സത്യമല്ലേ? സത്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മാജിക് കാണിക്കുമ്പോൾ അതിന്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പിന്നെ അത് മാജിക്കായി മാറില്ല, മാജിക്കിന്റെ ഫലം പോകും. എന്നതുപോലെയാണ് ഇത് പറയാതെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. അതായത് എന്റെ തെളിവിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ എല്ലാവരും എല്ലാ മുൻവിധികളും എല്ലാം മാറ്റി വെച്ച് തുറന്ന മനസ്സോടെ സത്യസന്ധമായി അടുത്ത ഉത്തരത്തിന്റെ പോയിന്റിലേക്ക് കിടക്കുക. ഇതൊരു മനഃശാസ്ത്ര വിഷയമാണ്. അതൊരു മാരക നിയമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകാൻ പോകുന്ന അളവിൽ, നിങ്ങൾക്കത് സത്യസന്ധമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ പോകുന്ന അളവിൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഇദ്ദേഹം തൽക്കാലം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗായകനാണെന്നിരിക്കട്ടെ. കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധുവായ നല്ലൊരു ഗായകനാണ്, കഴിവുള്ള ഒരു ഗായകനാണ്. നിങ്ങൾ എല്ലാവരും സംഗീത പ്രേമികളുമാണെന്നിരിക്കട്ടെ. അപ്പൊ തൽക്കാലം നിങ്ങളിൽ സംഗീത പ്രേമികളല്ലാത്തവരും ഉണ്ടാകാം. തൽക്കാലം നിങ്ങൾ എല്ലാവരും സംഗീത പ്രേമികളാണെന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 4:30-ക്കാണ് പാട്ട് പ്രോഗ്രാം ആരംഭിക്കുക. നിങ്ങൾ എല്ലാവരും 4 മണിക്ക് തന്നെ എത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിയില്ല. നിങ്ങളായി നേരത്തെ എത്തിയതാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇദ്ദേഹവും നേരത്തെ എത്തി. ഇത്
ഈ ഗായകന് നേരത്തെ എത്തി. അപ്പൊ നിങ്ങൾ ഹാപ്പി ആ സാർ, സന്തോഷമായി സാർ, ഹാപ്പിയായി സാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. നമ്മൾ ആ സമയത്തിന് 4:30 തന്നെ പാട്ട് പ്രോഗ്രാം ആരംഭിക്കുള്ളൂ. കാരണം ആ സമയത്ത് വരുന്നവരും ഉണ്ടാവുമല്ലോ, അവർക്കത് മിസ്സാക്കാൻ കഴിയില്ല. അപ്പൊ സാർ നിങ്ങൾ പറഞ്ഞ സന്തോഷം സാർ, ഹാപ്പി സാർ, നമുക്ക് സംസാരിക്കാമല്ലോ. ഞാൻ പറഞ്ഞു മാത്രമല്ല, ഞാനൊരു പാട്ടിന്റെ 2 വരി മാത്രം, ഒരു പാട്ടിന്റെ 2 വരി മാത്രം ആവർത്തിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ സാർ, അല്ല ഞാൻ ഈ ഓർക്കസ്ട്രക്കാർക്ക്, പക്കമേളക്കാർക്ക് ഈ സ്വരവുമായിട്ട് അവരുടെ ഉപകരണങ്ങൾ മുറുക്കാനും അയക്കാനും അതിന്റെ ശ്രുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വരി ആവർത്തിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഹാപ്പി സാർ, സന്തോഷം സാർ, ഞങ്ങൾ ആസ്വദിച്ചോളാം, നിങ്ങൾ ആസ്വദിക്കാം. അപ്പം നിങ്ങൾ അത് ആസ്വദിക്കുകയാണ്. ഞാൻ 2 വരി പാട്ട് ആവർത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അത് ആസ്വദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ അത് സങ്കല്പിക്കുക, നിങ്ങൾ അത് ആസ്വദിക്കുകയാണ്. ശരിക്കും നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുകയാണ്. ഞാൻ 2 വരി മാത്രം പാടുകയാണ്. എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല, പക്ഷെ ഞാനത് ഉദാഹരണമാണ്. മനോഹരമായിട്ടുള്ള സംഗീതമാണ്, നിങ്ങൾ സങ്കല്പിക്കുക. മനോഹരമായി പാടുകയാണ്, സങ്കല്പിക്കുക. അപ്പൊ ഞാൻ ഒരു 2 വരി മാത്രം ആവർത്തിക്കുകയാണ്. ഉദാഹരണം, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. അടുത്ത വരിയില്ല, ഈ 2 വരി തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. നിങ്ങൾ ആസ്വദിക്കുകയാണ്. 2 വരി റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. ഞാനൊരു 20 മിനിറ്റ് ഇത് റിപ്പീറ്റ് ചെയ്തു. 20 മിനിറ്റ് ആവർത്തിച്ചതിന് ശേഷം ഞാനങ്ങ് നിർത്തി. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം എല്ലാവരും സത്യസന്ധമായി പറയൂ. 20 മിനിറ്റ് ഞാൻ ആവർത്തിച്ചതിന് ശേഷം ഞാനങ്ങ് നിർത്തി. ഇനി അടുത്ത 20 മിനിറ്റിനുള്ളിൽ ഈ ഹാളിനുള്ളിൽ നിങ്ങൾ എല്ലാവരും ഹാളിലായിരിക്കട്ടെ, നിങ്ങളിൽ പലരുടെയും നാവിൽ, ഈ ഹാളിൽ പലരുടെയും നാവിൽ അവരറിയാതെ ആ വരി തട്ടിക്കളിക്കുമോ ഇല്ലയോ? സത്യസന്ധമായി പറയും. ഇനി അടുത്ത 20 മിനിറ്റിനുള്ളിൽ ഈ ഹാളിനുള്ളിൽ പലരുടെയും നാവിൽ അവരറിയാതെ ആ വരി തട്ടിക്കളിക്കുമോ ഇല്ലയോ? ഇപ്പൊ ജെയ്സൺ സാറ്, മണികണ്ഠൻ സാറ്, കിഷോർ കുമാർ സാറ്, ഉത്തരം പറയാമോ? മുഹമ്മദ് അസ്വദ് സാർ യെസ് പറയുന്നു. യെസ്, സത്യസന്ധം ഉത്തരമാണത്. യെസ്. ഇനി ജെയ്സൺ സാറ് യെസ് പറയുന്നു. യെസ്. കിഷോർ കുമാർ സാർ യെസ്. യെസ് മതി. യെസ്, വെരി ഗുഡ്. എബിൻ സാർ മതി. യെസ്, സന്തോഷമായി മതി. ആ ഒരു സത്യസന്ധമായ പരിശോധന മതി. ഇനി ഇത്രയും മതി. ഇനി സുധീർ സാർ പറഞ്ഞു യെസ് 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 യെസ്, അതെല്ലാവർക്കും അറിയാം. യെസ് മതി, മനസ്സിലായി, സന്തോഷം. അപ്പൊ എല്ലാവരും ഇനി ആ ഓപ്പൺ മൈൻഡോടെ ഇരിക്കുക. ഇനി അത് പഠിപ്പിക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. അഭിലാഷ് സാർ പറഞ്ഞു യെസ്, ഓക്കെ, സന്തോഷം, മതി. ഇനി നമുക്ക് സമയം കളയേണ്ടതില്ല. ശ്രദ്ധിച്ചോളൂ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. യെസ് സാർ. ഇനി അടുത്ത ചോദ്യം ഇനി നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധാപൂർവം കേൾക്കണേ. ഇത് നിങ്ങളുടെ നാവിൽ അടുത്ത 20 മിനിറ്റിനുള്ളിൽ എന്താ പറയാ, ഇദ്ദേഹം പാടിയ വരികൾ നിങ്ങളുടെ നാവിലെത്തി. അത് ഇദ്ദേഹം പാടിയത് കൊണ്ട് എന്നാ പിന്നെ ഞാനും പാടാമെന്ന് ചിന്തിച്ച് നിങ്ങൾ മനഃപൂർവ്വം പാടിയതാണോ? അല്ല, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാവിലെത്തി. അല്ലേ? ആ വരികൾ നിങ്ങൾ അറിയാതെയാണ് നിങ്ങളുടെ നാവിലെത്തിയത്. നിങ്ങളുടെ നാവിൽ ആ വരി എത്തിച്ചത്, ശ്രദ്ധിച്ച് കേൾക്കണേ. എന്റെ ശാസ്ത്രീയ വശമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ നാവിൽ ആ വരി എത്തിച്ചത് ലിവർ ആണോ, ബ്രെയിൻ ആണോ? അത് ബ്രെയിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ബ്രെയിൻ ഫംഗ്ഷൻ ആണ്. ബ്രെയിൻ ആണ് നാവിൽ എത്തിച്ചത്. ഇവിടെ ശാസ്ത്രീയമായി എന്താ സംഭവിച്ചത്? ഞാൻ ഈ മനുഷ്യന്റെ നാവിൽ നിന്ന്, ഈ മനുഷ്യൻ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ, ഒരു പ്രത്യേക താളത്തിൽ നിങ്ങളുടെ കാതിന്റെ ഡയഫ്രത്തിൽ ആവർത്തിച്ച് കേൾപ്പിച്ച ആ ശബ്ദബീജികൾ, ആ വരികൾ നിങ്ങൾ ഓഡിറ്ററി നെർവസ് സിസ്റ്റം വഴി നിങ്ങളുടെ ബ്രെയിനിൽ എത്തുകയും നിങ്ങൾ അറിയാതെ അത് നിങ്ങളുടെ നാവിൽ, ചുണ്ടിൽ തട്ടിക്കളിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്, അല്ലേ? നിങ്ങളുടെ ബ്രെയിൻ ആണ് നാവിലെത്തിച്ചത്, നിങ്ങൾ അറിയാതെ അത് നാവിലെത്തിച്ചു. ഇദ്ദേഹം ആവർത്തിച്ച വരിയാണ് അവിടെ എത്തിയത്. ഇതിന്റെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ, അന്യൻ ആവർത്തിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക വേവ് ലെങ്ത്തിൽ, ചില പ്രത്യേക രീതിയിൽ അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നമ്മുടെ നാവിൽ എത്തിക്കും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ രഹസ്യം അറിയുന്ന എനിക്ക്, ശ്രദ്ധിച്ചു കേൾക്കുക, ഈ രഹസ്യം അറിയാം, അല്ലെങ്കിൽ ഈ സയൻസ് അറിയുന്ന എനിക്ക്, ഈ രഹസ്യം അറിയുന്ന എനിക്ക് അടുത്ത 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ നാവിൽ ഏത് വരി നിങ്ങൾ അറിയാതെ തത്തിക്കളിക്കണമെന്ന് എനിക്ക് തീരുമാനിച്ചുകൂടെ? നിങ്ങളുടെ നാവിൽ വൈശാഖ സന്ധ്യ വരണമോ? നിങ്ങൾ അറിയാതെ മൂളിപ്പാട്ടമോ? നിങ്ങളുടെ നാവിൽ വൈശാഖ സന്ധ്യ വരണമോ, ജിമിക്കി കമ്മൽ വരണമോ എന്ന് ഇദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയും, എനിക്ക് തീരുമാനിക്കാൻ കഴിയും. ഇത് ക്ലിയർലി പോയിന്റ്, മറ്റു മനുഷ്യരെ അവരറിയാതെ സിംപ്ലി സ്വാധീനിക്കാൻ കഴിയും. ഇതിന്റെ നിയമത്തിന്റെ പേര് ബ്രെയിൻ ഹാക്കിംഗ് അഥവാ ബയോ ഹാക്കിംഗ്. ബ്രെയിൻ ഹാക്കിംഗ് എന്നും ബയോ ഹാക്കിംഗ് എന്നും ഗ്യാസ് ലൈറ്റ് എന്ന പേരിലും ഈ നിയമം അറിയപ്പെടുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ മനഃശാസ്ത്ര പേര് മറ്റൊന്നാണ്. കാരണം പല നാടുകളിലെ പല പ്രബന്ധങ്ങളിൽ പല പേരുകളിൽ കാണാൻ കഴിയും.
ഇത് മനുഷ്യനെ വധിക്കാൻ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന നിയമമാണ്. മനുഷ്യനെ വാക്കുകൾ കൊണ്ട് വധിക്കാൻ അവരുടെ ബ്രെയിൻ തന്നെയാണ് അത് ടേക്ക് ഓവർ ചെയ്യുന്നത്, നടപ്പാക്കുന്നത്. വധിക്കാൻ പോലും കഴിയുന്ന നിയമമാണെന്നത് എല്ലാവരും വെളിപ്പെടുത്താറുള്ളത്, പറയാൻ പാടുള്ളതല്ല. കാരണം ഇപ്പൊ അനുഭവം പറ്റ നിയമം പറയുന്ന എല്ലാവരും അത് പബ്ലിഷ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തിനാണ് ഒരു ഒരു റിവോൾവറിന്റെ പോലെ നമുക്ക് അത് യൂട്യൂബിലൊന്നും കിട്ടില്ല. അത് PhD പോലും പഠിപ്പിക്കുന്ന റിവോൾവറിന്റെയോ കലാനിഷ്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ റൈഫിളിന്റെയോ ഒരു സബ്മറൈന്റെയോ ഒന്നും ഫോർമുല ഫിസിക്സിലെ PhD പോലും പഠിപ്പിക്കുന്നതല്ല. അതൊക്കെ അതിനുശേഷം പ്രൈവറ്റ് ആയിട്ടോ അതിൽ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് അതിൽ കഴിവുള്ളവർക്കും അതിനകത്ത് ആ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവർക്കും അതിന്റെ കപ്പാസിറ്റി അതിന്റെ എന്താ പറയാ അച്ചടക്കമുള്ളവർക്കൊക്കെ അതിന്റെ ടീച്ചേഴ്സ് അവിടെ സ്പെഷ്യലായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നതുപോലെയാണ് ഇതും. ഇത് പക്ഷെ ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോകപ്രസിദ്ധമായ ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു തന്നെ ഇന്ത്യയിൽ വെച്ച് ഈ ബ്രെയിൻ ഹാക്കിംഗ് നിയമത്തിനിരയായി വധിക്കപ്പെടുന്നത് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇത് മനുഷ്യനെ വധിക്കാൻ പോലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് പൗരാണിക കാലത്ത് സൂഫിമാര്, സന്യാസിമാര്, പാതിരിമാര് ഒക്കെ മനുഷ്യനെ അനുഗ്രഹിച്ച് നേടിക്കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ചില പ്രത്യേക വേവ് ലെങ്ത്തിൽ അവരുടെ കാതിൽ കേൾപ്പിച്ചാൽ മതി, പിന്നെ അവരുടെ ബ്രെയിൻ അത് ടേക്ക് ഓവർ ചെയ്യുകയും അവരുടെ ബ്രെയിൻ തന്നെ അവരുടെ ലൈഫിൽ അവരറിയാതെ നടപ്പാക്കുകയും ചെയ്യും. അതാണ് ഞാൻ ആ പാട്ട് പാടിയ ഉദാഹരണത്തോടെ നിങ്ങൾക്ക് ലളിതമായ ഉദാഹരണത്തോടെ മനസ്സിലാക്കി തന്നത്. അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും മനുഷ്യന്റെ ബ്രെയിൻ അവൻ അറിയാതെ അവന്റെ ലൈഫിൽ നടപ്പാക്കും എന്നുള്ളത് നമുക്ക് സിംപ്ലി മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണമാണ് ലളിതമായ ഇത് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ കാതിന് കേൾവി ഇല്ലെങ്കിൽ ഓഡിറ്ററി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് വലിയൊരു തലമാണ്, ഇത് വലിയൊരു ഡയമെൻഷനാണ്, വലിയൊരു തലമാണ്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പല തലങ്ങളുണ്ട്. ഈ വലിയ തലങ്ങൾ തന്നെ പല തലങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് അതിന്റെ ഒരു തലമാണ് ഓഡിറ്ററി ഇൻഫ്ലുവൻസ് അഥവാ ശ്രവണ സ്വാധീനം. അത് ഇപ്പൊ കാതിന് കേൾവിയില്ലെങ്കിൽ വിഷ്വൽ ഇൻഫ്ലുവൻസ് നമുക്ക് കണ്ണിൽ കാണിക്കാൻ കഴിയും. എഴുതി കാണിക്കാം, ആംഗ്യങ്ങൾ കാണിക്കാം, അങ്ങനെ ചിത്രങ്ങളായി കാണിക്കാം. പല രീതിയിൽ അയാളുടെ ബ്രെയിനിലേക്ക് നമുക്ക് സിഗ്നൽസ് കൊടുക്കാൻ കഴിയും. ഇനി കാഴ്ചയും ഇല്ലെങ്കിലോ കിനസ്തെറ്റിക്സ്, സ്പർശം കൊണ്ട് അയാൾക്ക് മനസ്സിലാകുന്ന ബ്രെയിലി ഭാഷയിൽ അയാളുടെ ബ്രെയിനിലേക്ക് കമാൻഡ് കൊടുക്കാൻ കഴിയും. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ നിയമത്തിന്റെ പേര് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ എന്നാണ്. മനുഷ്യൻ എല്ലാവരും ഉണ്ട് ഇത് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ. ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷനിലേക്ക് ഒരു കമാൻഡ് സന്നിവേശിപ്പിക്കുന്നത് വരെ ഈ മൂന്നാം പാർട്ടിക്ക് പണിയുണ്ട്. ഒരു കമാൻഡ് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ ടേക്ക് ഓവർ ചെയ്താൽ പിന്നെ അയാളുടെ ബ്രെയിൻ അയാളുടെ ലൈഫിൽ അയാൾ അറിയാതെ അത് നടപ്പാക്കും. ഈ നാം അറിയാതെ നടപ്പാക്കുന്ന ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷന്റെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ചില പ്രത്യക്ഷ ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞുതരാം. ബൈക്ക് ഓടിക്കുന്നതോ കാർ ഓടിക്കുന്നതോ പോലെ. ഇപ്പോൾ നിങ്ങൾ ഹോം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നതോ കാർ ഓടിച്ചു പോകുന്നതോ പോലെ. അത് ഇപ്പോൾ അത് പരിചയസമ്പത്തായതിനു ശേഷം ആദ്യഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അത് പരിചയസമ്പത്തായതിനു ശേഷം അത് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ ടേക്ക് ഓവർ ചെയ്യും. ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ ടേക്ക് ഓവർ ചെയ്ത ആളാണെങ്കിൽ അയാളുടെ ഹോം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് ഓരോരോ പ്രക്രിയകളും ഓർത്തോർത്ത് ചെയ്യേണ്ടതില്ല. എത്ര അളവിൽ ക്ലച്ച് താങ്ങണം, എത്ര അളവിൽ ബ്രേക്ക് കൊടുക്കണം, എത്ര അളവിൽ ഇത് തിരിക്കണം, അല്ലെങ്കിൽ എത്ര അളവിൽ വണ്ടി ചെരിക്കണം, ആ ഓരോ പ്രക്രിയകളും ഓരോ പ്രാവശ്യവും നമ്മൾ ഓർത്തോർത്ത് ചെയ്യേണ്ടതില്ല. വീട്ടിലേക്ക് ചിന്തിച്ച് വണ്ടിയിൽ കയറി ഇരുന്നാൽ മതി, വണ്ടി വീട്ടിലെത്തും. ഒരു എമർജൻസി ഫോൺ കോൾ കൂടി ഉണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഈ ഉദാഹരണത്തോട് പോകുന്നത്. ഒരു എമർജൻസി ഫോൺ കോൾ കൂടി ഉണ്ടെങ്കിൽ പലപ്പോഴും വഴി കാണുന്നത് പോലുമില്ല, എത്ര വണ്ടികളെ ഓവർടേക്ക് ചെയ്തു, ഇതൊന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. നമ്മൾ അറിയാതെ നടപ്പാക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ നാം അറിയാതെ നടപ്പാക്കുന്ന ചില ഫംഗ്ഷൻ ഉണ്ട്. അതാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ. ആ ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷനിലേക്ക് ഒരു കമാൻഡ് മറ്റൊരാൾ എത്തിച്ചാലും അയാളുടെ ബ്രെയിൻ അത് നടപ്പാക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലായോ? ആദ്യം നാം മനസ്സിലാക്കിയ ഉത്തരമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവോ? സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. യെസ്, വെരി ഗുഡ് സുരേഷ് സാർ, താങ്ക് യു സാർ. ജേസൺ സാർ, മണികണ്ഠൻ സാർ, കിഷോർ കുമാർ സാർ, നാസർ സാർ, ഒരു പുതിയൊരു തിരിച്ചറിവ് ലഭിച്ചില്ലേ? പുതിയൊരു തിരിച്ചറിവിലേക്കായി പോയത് സാർ, പറഞ്ഞോളൂ. അഭിലാഷ് സാർ നേരത്തെ കമന്റ് പറയാം. എബിൻ സാർ, സുധീർ സാർ, അഭിജിത്ത് സാർ ഉണ്ടല്ലോ അല്ലേ അവിടെ? യെസ്, താങ്ക് യു സാർ, താങ്ക് യു. മതി. ഈ ഒരു സത്യസന്ധമായ മനസ്സ് പരസ്പരം. കിഷോർ കുമാർ സാർ, യെസ്, വെരി ഗുഡ്. അഭിജിത്ത് സാറ്, കിഷോർ കുമാർ സാറ്, വെരി ഗുഡ്. മുഹമ്മദ് അസറുദ്ദീൻ സാർ, നീതു മാഡം, യെസ്. മുഹമ്മദ് അസറുദ്ദീൻ സാറ് നമുക്ക് അടുത്ത പോയിലേക്ക് വിട്ടു പോകാം. യെസ്, വെരി ഗുഡ്, താങ്ക് യു സാർ, സന്തോഷമായി. മതി. ഇത് തന്നെയാണ് ഇതാണ് ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ യെസ്, വെരി ഗുഡ്, മതി സാർ, മതി, താങ്ക് യു. കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കിപ്പോഴും
അതാണ് പരസ്പരം ഒരു സത്യസന്ധത ഉണ്ടായാൽ മതി. പരസ്പരം നമ്മള്, കാരണം എല്ലായിടത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയണമെന്നില്ലെങ്കിൽ സത്യസന്ധമായതും അത്ഭുതകരമെന്ന് തോന്നിക്കുന്ന ഒരു ടീച്ചിങ്. നമ്മുടെ പുതിയ വമ്പൻ തിരിച്ചറിവ് ലഭിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റും ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. ഇതൊന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാനായി ഈ നിയമത്തെ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ചില ഡൂസ് ആൻഡ് ഡോൺസ് നിശ്ചയിക്കുന്നത് കഴിയും കേട്ടോ. എങ്ങനെയെന്നാൽ ഇവിടെയാണ് നമ്മള് ആ ദരിദ്രനോട് കൂട്ടുകൂടരുത് എന്ന പാഠത്തിന്റെ സയൻസ്. ദരിദ്രൻ എന്താ കൂടുതൽ കേൾപ്പിക്കുക? ദാരിദ്ര്യം, 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 നഷ്ടമാണ്, നഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്, കാശില്ല, കാശില്ല. എങ്ങാനും ഇത് ആവർത്തിക്കുകയും നമ്മുടെ വേവ്ലെങ്തുമായി സിങ്ക് ആവുകയും ഹാർമണിയിലാവുകയും എങ്ങാനും നമ്മുടെ ബ്രെയിനിന്റെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ലൈഫിൽ നാം അറിയാതെ നടപ്പാക്കും. അതുകൊണ്ടാണ് ദരിദ്രനോട് കൂട്ടുകൂടരുത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് മേഖലയാകട്ടെ, നിങ്ങൾ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവര് ദരിദ്രരോട് അധികം കൂട്ടുകൂടരുത്. അവരുടെ വാക്കുകൾ നിങ്ങളുടെ കാതിൽ എപ്പോഴും അവർ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് ധനികരല്ലാത്ത ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവര് എന്താണ് ശരിയല്ല, അല്ല, എല്ലാ, കോപ്പ്, പണ്ടാരം ഒന്നും ശരിയല്ല, ആകപ്പാടെ പൊളിവാണ്, പൊളിവാണ്, നഷ്ടമാണെന്നുള്ള വാക്കുകൾ ഒരുപാട് കേൾക്കേണ്ടി വരും. അത് നല്ലതല്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിക്കുന്നവരും നെഗറ്റീവ് ഗ്രൂപ്പുകളിലൊന്നും ഉണ്ടാവരുത്. അത് ടെലിഗ്രാം ഗ്രൂപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആവട്ടെ, അതിനകത്തൊക്കെ വെറുതെ ഒരു ദരിദ്രരായിട്ടുള്ള പിള്ളേരുടെ, കുട്ടി പിള്ളേരുടെ രാവിലെ ഒരുത്തന്റെ ചുവപ്പ് പോസ്റ്റ്, അത് കേൾവിയാവട്ടെ കാഴ്ചയാവട്ടെ, ഇന്ന് ചോരപ്പുഴ, ഇന്ന് രക്തപ്പുഴ, ഇന്ന് നഷ്ടപ്പുഴ. രാവിലെ നമ്മൾ മാന്യമായ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കും, പക്ഷെ വൈകുന്നേരം കൊണ്ടുപോയി കളയും. എന്തിനാണ് വൈകുന്നേരം ആ ആവശ്യമില്ലാത്ത ട്രേഡ് ചെയ്തതെന്ന് നമ്മൾ ഇതും പിന്നെ കുത്തിയിരുന്ന് ആലോചിക്കുകയും ചെയ്യും. കാരണം എന്താ, നമ്മുടെ മൈൻഡിലേക്ക് എന്ത് കൊടുത്തു? ഇന്ന് നഷ്ടം എന്നുള്ള കമാൻഡ് കൊടുത്തു നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷനിലേക്ക്. അതുകൊണ്ട് നിങ്ങളത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ആദ്യം പാലിക്കേണ്ടുന്ന ട്രേഡിംഗ് സൈക്കോളജിയാണ്. ശരിക്കും ട്രേഡിംഗ് സൈക്കോളജി അല്ല, മണി സൈക്കോളജിയാണ്. ആ മണി സൈക്കോളജിയാണ് ദരിദ്രനോട്, ഒന്നാമത്തെ മണി സൈക്കോളജിയാണ് ദരിദ്രനോട് കൂട്ടുകൂടരുത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നമ്മുടെ ലൈഫിൽ നാം അറിയാതെ നടപ്പാക്കുമെങ്കിൽ അവനവൻ ആവർത്തിക്കുന്നത് ഉറപ്പായി നടപ്പാക്കും. അപ്പൊ നമ്മൾ സ്വയം എന്ത് ചെയ്യരുത്? ഇല്ല, അല്ല, ഒല്ല, കോപ്പ്, പണ്ടാരം, നാട് ശരിയല്ല, നഷ്ടമാണ്, പൊളിവാണ്, എനിക്കൊന്നും കഴിയില്ല, എന്റെയൊക്കെ കാര്യം ഇങ്ങനെയാണെന്നുള്ള വാക്കുകൾ ആവർത്തിക്കരുത്. അത് മാരക നിയമമാണ്. ബ്രെയിൻ ഹാക്കിംഗ് നിയമത്തിന് നാം സ്വയം ഇരയാകും. ആ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷനിലേക്ക് അനാവശ്യ കമാൻഡുകൾ കൊടുക്കരുത്. പണത്തെ കുറിച്ച് ആവശ്യമില്ലാത്ത കമാൻഡ്സും കൊടുക്കരുത്. നിങ്ങൾക്കറിയാമോ? ഇത് അങ്ങനെ ഇത് നിങ്ങൾക്കറിയാം, മാർവാടികള്, അറബികള്, ചില അറബികള്, ചില അറബ് സമൂഹങ്ങള്, ചില മാർവാടി സമൂഹങ്ങള്, പാഴ്സികളൊക്കെ എപ്പോഴും ആ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കൽ പോലും പുവർ മൈൻഡ് സെറ്റ് തരി പോലും കൊടുക്കാതെ നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി ഒരു ഒറ്റ തലമുറയിൽ പോലും ഒരാൾ പോലും ദരിദ്രരില്ലാത്ത ചില സമൂഹങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിയാം. അപ്പൊ ഇവിടെ ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത്, നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത്, നമുക്ക് ഇന്നലെ വരെ നാം തെറ്റെന്നും ശരിയല്ല എന്നും കരുതിയ കാര്യങ്ങളെല്ലാം ശരിയല്ലാത്തതല്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാം ഒന്നും അന്ധവിശ്വാസങ്ങളോ തട്ടിപ്പുകളോ അല്ല. അതുപോലെ തന്നെയാണ് പലതും. ഇപ്പൊ ഒരു മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഇത്രയും കാര്യം കൺവേ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ മുഖത്ത് നോക്കിയിരിക്കുക. ശരിക്കും കേട്ടോ, ഇവിടെ എന്റെയും സന്തോഷ് സാർ വരുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരിക്കുക. ഇവർ സത്യമാണോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു മണിക്കൂർ മുൻപുള്ള കാഴ്ചപ്പാട് മാറിയെങ്കിൽ ആ മറ്റൊരു മനുഷ്യന്റെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാട് ഈ ഒരു അരമണിക്കൂർ, ഈ ഒരു അവസാനത്തെ ഒരു 15 മിനിറ്റ് കൊണ്ട് മാറ്റിത്തരാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് അത് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറും 10,000 രൂപ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയ അത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല നമ്മളുടെ ഒരു ഫുൾ ഡേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഇത് റെക്കോർഡാണ്. നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ഇപ്പൊ ക്ലാസ് കഴിയുമ്പോൾ തന്നെ, ഇത് അപ്ലോഡ് ആയി കഴിയുമ്പോൾ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് ഇട്ട് തരികയും ചെയ്യും. ഇങ്ങനെ പബ്ലിക്കായി അനൗൺസ് ചെയ്തിട്ട് നമ്മുടെ ധാരണകൾ മാത്രമല്ല ശരിയെന്നുള്ള കാഴ്ചപ്പാട് അടുത്ത സെക്കൻഡുകൾക്ക് മുമ്പ് തന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇതിപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെല്ലാം തെറ്റാണെന്ന് അർത്ഥമില്ല. അത് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴും നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ചിന്താശേഷി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സത്യമാണോ എന്ന്. 135ാമത് ബാച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഈ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ? സാധാരണക്കാര്, കൃഷിക്കാര്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അഡ്വക്കേറ്റ്സ്, അങ്ങനെ ഗസറ്റ് ഓഫീസേഴ്സ്, നിരവധി.
അപ്പൊ അങ്ങനെ അത്രയും സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം, എന്താ ഒരു പ്രോസ്പെക്ട്, സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം, സമൂഹത്തിന്റെ നാനാ തുറവിലുള്ള ആളുകളും കോഴിക്കോട്ടേക്കൊക്കെ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അത് വ്യക്തമായി പഠിപ്പിക്കാത്ത, പാലിക്കാത്ത ക്ലാസ് ആണെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ തന്നെ കഴിയോ? എന്തിനാ ഇപ്പൊ നിങ്ങളെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ട് അതൊക്കെ ഉടായ്പ കാണിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്നില്ലെന്നേ. അപ്പൊ അത്തരം അത്തരം ഭയപ്പാടുകളും മുൻവിധികളും ആശങ്കകളും ഒക്കെ മാറ്റിവെച്ചിട്ട് ധൈര്യമായിട്ട് ഫുൾ ഡേ ക്ലാസ്സിലേക്ക് വന്നു. അപ്പം ഈ പറയുന്നത് നേടുന്നുണ്ടോ? അതിനെല്ലാം ഉത്തരം വ്യക്തമായി നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ മനസ്സിലാവും. അത് തിരിച്ചറിവാണ്, അതൊരു സീക്രട്ടാണ്, അതൊരു ടെക്നിക്കാണ്, ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റന്നാള് കോഴിക്കോട് 7-ാം തീയതി സെപ്റ്റംബർ, മറ്റന്നാൾ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45 വരെ കോഴിക്കോട് ഹോട്ടൽ മാനുവൽ സയൻസിലാണ് ഈ ക്ലാസ് നടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് സന്തോഷ് മാധവ് സാറിന്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയമാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സന്തോഷ് സാർ, സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് സന്തോഷ് സാർ പറയാൻ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് മറ്റന്നാളുടെ ക്ലാസ്സിൽ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വെറും 10,000 രൂപ കൊണ്ടാണ് കേട്ടോ. അത് വീണ്ടും വീണ്ടും പമ്പ് ചെയ്യലൊന്നുമില്ല. ഒരൊറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറും 10,000 രൂപ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല വ്യക്തമായി മറ്റന്നാളത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ജസ്റ്റ് 2,000 രൂപ പരീക്ഷിക്കാം. എല്ലാ മുൻവിധികളും വെറും ഭയപ്പാടുകളൊക്കെ മാറ്റിവെക്കുക. 2,000 രൂപയുടെ കേസേ ഉള്ളൂന്ന്. 14,000 രൂപ ഫീസ് വരുന്ന കോഴ്സാണ്. പക്ഷെ മറ്റന്നാളത്തെ ഫുൾ ഡേ ക്ലാസ് മുഴുവൻ ഒരു 4-സ്റ്റാർ ഹോട്ടലിലെ ടീ സ്നാക്സ്, ഉച്ചഭക്ഷണം, വൈകുന്നേരം ടീ സ്നാക്സ് ഉൾപ്പെടെ വെറും 2,000 രൂപ മാത്രം അഡ്വാൻസ് അടിച്ച് നോക്കി രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45 വരെ ക്ലാസ് മുഴുവൻ പങ്കെടുത്ത് ഈ പറഞ്ഞതെല്ലാം സത്യമാണോ, ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നവരാണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ആ ഫോർമുല മുഴുവൻ അന്ന് തന്നെ പഠിപ്പിക്കും. അത് മുഴുവൻ പഠിച്ചതിന് ശേഷം ഇനി ഇവർക്കൊപ്പം നിന്നാൽ ഗുണമുണ്ട്, ബാക്കി വൈദഗ്ധ്യം നേടാൻ ഇവർക്കൊപ്പം നിന്നാൽ ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായെങ്കിൽ മാത്രം ബാക്കി 12,000 രൂപ ഫീസ് അടച്ച് കോഴ്സ് പങ്കെടുത്താൽ മതി. അത് ബാക്കി 3 മാസക്കാല കോഴ്സ് ആ നേരിട്ടുള്ള ക്ലാസ്സിന്റെ പിറ്റേന്ന് മുതൽ മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 7:30 മുതൽ 9:30 വരെ ഓൺലൈൻ സൂം ലൈവ് ആയാണ് ആ 3 മാസക്കാലം ആഴ്ചയിൽ 2 വീതം ലൈവ് സെഷൻസ് ഉണ്ട്. 2 ദിവസം വീതം ലൈവ് സെഷൻസ് ഉണ്ട്. അതിനുശേഷം വാട്സപ്പ് ആൻഡ് ഫോൺ കോൾ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ട്. ബേസിക് പോലും അറിയാത്തവർക്ക്, ഒന്നും അറിയാത്ത തുടക്കക്കാർക്ക് ബേസിക് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ട്രേഡേഴ്സിന് പോലും വരാം. കാരണം പ്രൊഫഷണൽ ട്രേഡേഴ്സിന് ന്യായമായ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടാകാം. പക്ഷെ അവര് ആ രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും നേടിയ അത്രയും പ്രോഫിറ്റ് നേടാനുള്ള ടെക്നിക്ക് അവർക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പൊ അതൊക്കെ പഠിക്കാം ധൈര്യമായിട്ട് പോലെ. വെറും ഒന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ജെന്യുവിനിറ്റി മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ. ഒരു പറ്റിക്കൽസും ഇല്ല, ഒരു തട്ടിപ്പും ഇല്ല. ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം 100% പാലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകളെ വിളിച്ചു വരുത്തി കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി ഇത് പാലിക്കാതെ പോകാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഇന്നത്തെ ഇത് റെക്കോർഡ് ഇവിടെ ഇടുന്നുണ്ട്. ഇത് മാത്രം ഇതിനു മുൻപും പല 134 ബാച്ചുകൾ തന്നെ കഴിഞ്ഞു. ഇതിന്റെ പല റെക്കോർഡ് വെർഷൻസും ഉണ്ട്. അപ്പോ ധൈര്യമായിട്ട് വന്നോളൂ. ഈ 2,000 14,000 ഒന്നും വലിയ തുകയാണെന്നൊന്നും കരുതരുതെന്നേ. അതും നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും. ഈ 2,000 14,000 ഒക്കെ വലുതാണെന്ന് കരുതുന്ന ആ ബ്രെയിനിന് നേടാൻ കഴിയുന്ന വലുതൊക്കെ അതായിരിക്കും. പിന്നെ ഈ 2,000 രൂപയ്ക്ക് തട്ടിക്കോ പറ്റിക്കോ എന്ന് ചിന്തിക്കേണ്ട. ആവശ്യമുണ്ടെങ്കിൽ, പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായി പോലെ 2,000 രൂപ ഒരു ഹോട്ടൽ എക്സ്പെൻസ്, ഒരു 4-സ്റ്റാർ ഹോട്ടലിലെ ടീ സ്നാക്സ് ഉച്ചഭക്ഷണം ഉൾപ്പെടെയാണത്. ഒരു ഹോട്ടൽ എക്സ്പെൻസ് എന്ന് കരുതാനുള്ളതേ ഉള്ളൂ. അതിനകത്തൊക്കെ എന്ത് തട്ടിക്കാനാ? ജസ്റ്റ് 2,000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണോ എന്ന്. മറ്റന്നാൾ 7-ാം തീയതി ശനിയാഴ്ച കോഴിക്കോട് ഹോട്ടൽ മാനുവൽ സൺസിലാണ് രാവിലെ. അതിനുശേഷം പിന്നെ അടുത്തത് ദുബായിലും ഖത്തറിലും ഒക്കെയാണ്. പിന്നെ കേരളത്തിൽ പിന്നെ കുറച്ച് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രത്തുനിന്നോ കൊച്ചിന്നോ കണ്ണൂരിന്നോ ഒക്കെ ധൈര്യമായിട്ട് വന്നു. ഒരു ദിവസം മാറ്റിവെച്ച് വന്ന് പങ്കെടുക്കേണ്ട ഒരു ആർജവം ഉണ്ടാകട്ടെ, ഒരു ഇച്ഛാശക്തി ഉണ്ടാവട്ടെ. അതൊക്കെയുള്ള 10% ആളുകൾക്കാണ് വിജയിക്കാൻ കഴിയുക. അല്ലെങ്കിൽ എല്ലായിടത്തും ഭയപ്പെട്ടും പേടിച്ചും നട്ടാവോ തട്ടിക്കോ ഈ 2,000 രൂപയ്ക്ക് എന്ത് പറ്റിക്കാൻ? അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പറയുമ്പോൾ മനസ്സിലാവില്ല ഇത് പറ്റിക്കൽസ് ഒന്നും അല്ലാതെ മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു ചിന്താശേഷി പോരെ. അപ്പൊ ധൈര്യമായിട്ട് വന്ന് പങ്കെടുത്തോളൂ. അപ്പൊ പിന്നെ നാളെ നീളം ഇനി പരാജയത്തിന്റെ സംഗതിയൊക്കെ മനസ്സിലായി. പക്ഷെ എന്ന് എല്ലാം ഒത്തു വരട്ടെ. എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതുന്നതും തിരയൊഴിഞ്ഞിട്ട് തോണി ഇറക്കാമെന്ന് കരുതുന്ന പോലെ നടക്കാത്ത കാര്യമാണ്. ഒരു മരം നടാനുള്ള ഏറ്റവും നല്ല സമയം 20 വർഷം മുൻപായിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും നല്ല സമയം ഇന്നാണ്. ഇന്ന് തന്നെ നടപ്പാക്കുക. നാളെ നീളെ അവനവന്റെ നിലപാട് എടുക്കുക. ഈ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അവനവൻ ചിന്തിക്കുക, അവനവനൊരു നിലപാട് രൂപീകരിക്കുക. അവനവന്റെ അറിവ്, അവനവന്റെ നിലപാട്, എന്ത് ശക്തി കൊടുത്തും എന്ത് വില കൊടുത്തും അവനവന്റെ നിലപാട് അവനവൻ ഉപയോഗിക്കുക. പിന്നെ വിലപിടിപ്പുള്ളതൊന്നും സൗജന്യമായി കിട്ടാൻ ചിന്തിക്കുക. നമ്മൾ പലരും സൗജന്യമായിട്ട് യൂട്യൂബിനകത്ത് വെറുതെ കിട്ടുന്ന അറിവുകൾക്കൊന്നും പണം നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഹാക്കിംഗ് നിയമം പോലെ നിങ്ങൾക്ക് പല
പല കാഴ്ചപ്പാടുകളും പല നിയമങ്ങളും പല ട്രിക്കുകളും പഠിപ്പിക്കാനുണ്ട്. അതൊക്കെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അത് 100% സത്യമാണ്, 100% ജെനുവിനാണ്. ഈ റെക്കോർഡ് സഹിതം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സംസാരിക്കാം. അതെ, ഇത് സാക്ഷിയാക്കി നമുക്ക് അവിടെ സംസാരിക്കാം. ഈ പറഞ്ഞെല്ലാം അവിടെ പറയുന്നുണ്ടാകും. ഈ പറയുന്നവർ അത് നേടുന്നുണ്ടോ തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ എല്ലാ അനാവശ്യ ഭയപ്പാടുകൾ, ഈ 2000 രൂപയോ 14,000 രൂപ, വെറും 2000 രൂപ മുടക്കി വന്ന് പങ്കെടുത്ത് രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല ഉൾപ്പെടെ ഒന്നും ഫുള്ള് പഠിപ്പിച്ചു എന്ന് ബോധ്യമായെങ്കിൽ മാത്രം ബാക്കി 12,000 രൂപ അടച്ച് പങ്കെടുത്താൽ മതി എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് അത്രയും പവർഫുൾ ക്ലാസ് ആണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടെന്ന് വെക്കണം. അത്രയും നമുക്ക് ലൈഫ് ചേഞ്ചിങ് ആണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടെന്ന് വെക്കണം. എന്തിനു മാറി നിൽക്കണം. അത്തരം അനാവശ്യ ഭയങ്ങളൊക്കെ മാറ്റി വെക്കുക. എല്ലാത്തിനും ഭയക്കുന്നവർക്കും പിന്നെ ഇവിടെ ഇത്രയും പറയുമ്പോൾ പോലും സംശയവും ഭയമുള്ളവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാതിരിക്കുക നല്ലത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു അവസരം കണ്ടെത്താൻ അവർക്ക് പേടിയായിരിക്കും. അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് ഈ എല്ലാത്തിനും പേടിയും ഭയമുള്ളവര് എന്താ പറയാ, സ്റ്റോക്ക് മാർക്കറ്റിൽ പണം മുടക്കാതിരിക്കുക നല്ലത്. കാരണം അങ്ങനെ പേടിച്ചും വിറച്ചും വന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അവസരം കണ്ടെത്തി പണം മുടക്കി പണം നേടാൻ കഴിയില്ല. അതിനൊരു ധൈര്യം വേണം. ധൈര്യം വേണം, ഒരു സ്വന്തം ചിന്താശേഷി, ഒരു സ്വല്പം ചിന്താശേഷി വേണം, ഒരു സ്വല്പം യുക്തി വേണം, ബുദ്ധി വേണം. സ്വയം ഉപയോഗിക്കുക, സ്വയം ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ കഴിയും, സ്വയം ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും, അവനവനൊരു നിലപാടുണ്ടാക്കാൻ കഴിയും. ആ നിലപാട് ശക്തമായി നിങ്ങൾ അവനവന്റെ നിലപാട് അവനവൻ. യെസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നത് പലരും മിസ്സാവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. യെസ്, എല്ലാ നിർദ്ദേശത്തിന് നന്ദി. എന്തായാലും തീർച്ചയായിട്ടും വരിക, പങ്കെടുക്കുക. മറ്റന്നാൾ ശനിയാഴ്ച 9:30 മുതൽ 5:45 വരെയാണ്. ജസ്റ്റ് 2000 രൂപ അഡ്വാൻസ് അടച്ച് സീറ്റ് ബുക്ക് ചെയ്ത് മറ്റന്നാൾ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാം. കോഴിക്കോട് ഹോട്ടൽ മാനാഞ്ചിറയിലുള്ള ഹോട്ടൽ മാനുവൽ സൺസിലാണ്. 9605633033 9605633033 എന്ന നമ്പറിലേക്ക് 2000 രൂപ അഡ്വാൻസ് അടച്ച് നമുക്കൊന്ന് പങ്കെടുക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുന്ന. ഫുൾ ഡേ ക്ലാസ്സിന് ബാക്കിയും കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, അത് ഒരുപക്ഷെ രാകേഷ് ജുൻജുൻവാല നേടിയ അത്രയും സാമ്പത്തികമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുന്നവർക്കും ആ ഒരു ഫോർമുല പഠിച്ചാൽ അവരവർക്ക് ആവശ്യമുള്ളത് നേടാൻ കഴിയും. അപ്പൊ ധൈര്യമായി ജസ്റ്റ് 2000 രൂപ ഒന്നുമില്ല, ഇനി ഒന്നും പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ധൈര്യമായി വന്ന് പങ്കെടുത്തോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആദരണീയനായ സന്തോഷ് മാധവ് സാറിനെ ബാക്കി സെഷനിലേക്കായിട്ട്, അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട സെഷനിലേക്കായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. സന്തോഷ് പ്ലീസ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഓൾ. വോയിസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വോയിസ് ക്ലിയർ ആണ്. സാറിന്റെ വീഡിയോ വരുന്നില്ലല്ലോ. വീഡിയോ ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടോ? വീഡിയോ ഇല്ലല്ലേ? ഇപ്പോൾ ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, ഒന്നുമില്ല. സാറില്ല സാർ കണ്ട് കാണാം സാർ, കാണാം. വീഡിയോ കാണാം അല്ലേ? കാണാം. വോയിസും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വോയിസും ഓക്കെയാണ് സാർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് പ്രോഫിറ്റ് നേടാനുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന് പണം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആവശ്യവും ലക്ഷ്യവും ഒക്കെ ഒന്ന് തന്നെയാണ്, സ്റ്റോക്ക് മാർക്കറ്റിന് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാത്രമല്ല അത്, സത്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യവും ആഗ്രഹവും ആവശ്യവും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിന് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പണം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം അത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോ എന്റെ ഒരു സംശയം അത് നിങ്ങളോട് കൂടിയാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന എല്ലാവരും, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം ഉണ്ടാക്കാനോ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ കഴിയുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇറങ്ങിയിരിക്കുന്ന നേരത്തെ വന്നു പോയിരിക്കുന്ന എല്ലാവരും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടുപേര് നോ എന്ന് പറഞ്ഞു. യെസ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കാൻ, ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഏകദേശം ഒരു എത്ര ശതമാനം ആളുകൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും? ഏകദേശം അവനവന്റെ കാഴ്ചപ്പാട് വെച്ചിട്ടൊന്ന് ഷെയർ ചെയ്താൽ മതി.
കാരണം നമ്മളെല്ലാവരും ആഗ്രഹവും സ്വപ്നവും പ്രതീക്ഷയോട് കൂടിയൊക്കെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആഗ്രഹിച്ച, സ്വപ്നം കണ്ട, പ്രതീക്ഷിച്ച എത്ര ശതമാനം ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും? വീഡിയോ വർക്ക് ആകുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ സാറിന് 2 ഐഡി ഉള്ളതുകൊണ്ടേ മറ്റേ ഐഡി ആയിരിക്കും പറയുന്ന ആളുകൾ കാണുന്നത്, അതായിരിക്കും. അതെ, ആ മെയിൻ ഐ ഡി നല്ല കാണുന്നതെന്ന് തോന്നുന്നേ. വേറെ രണ്ടാമത്തെ ഐ ഡി കാണുന്നത്, മെയിൻ ഐ ഡി കാണുന്നത് അത് ബ്ലാങ്ക് ആണേ. അതല്ലെങ്കിൽ സാർ നമുക്ക് ഇന്നൊക്കെ തുടർന്നാൽ നമുക്ക് കേട്ടാ പോരെ? പിന്നെ എല്ലാവരും ആകാംക്ഷയോടെ ഇരിപ്പുണ്ട്, എല്ലാവരും തന്നെ ആകാംക്ഷയോടെ ഉണ്ട്. അല്ല, ഓരോരുത്തർക്കും സാറിന്റെ മെയിൻ ഐഡിക്ക് പിന്നെ ടച്ച് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അല്ല, കുഴപ്പമില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇപ്പൊ കാണാം, വൃത്തിയായിട്ട് കാണാം. യെസ് യെസ്, ഇപ്പൊ ഓഡിയോയും വീഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സോറി. അപ്പൊ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പോ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ പറഞ്ഞോളൂ. വന്നതുപോലെ ഏകദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു 10%. യെസ്, നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന എത്ര ശതമാനം ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ചോദ്യം. അപ്പൊ 2-3 ആൻസർ പറഞ്ഞു. 5%, 10% എന്നുള്ള രീതിയിലുള്ള ആൻസറുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന പകുതിയിലധികം ആളുകളും അല്ലെങ്കിൽ പകുതിയോളം ആളുകൾ ഇവിടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഷാഹിദ് സാർ പറയുന്നു 5% ആളുകൾ. യെസ്, കറക്റ്റ്. അപ്പോ ആർക്കെങ്കിലൊക്കെ മൈക്ക് ഓൺ ആക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിച്ചോളാം. എന്റെ ആശയം അല്ലെങ്കിൽ എന്റെ സംശയം ഇത്രയായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒത്തിരി, അതായത് ഏകദേശം പകുതി അല്ലെങ്കിൽ വേണ്ട, ഒരു 70% ആളുകൾക്കെങ്കിലും ഇവിടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ അറിയാം, അതായത് ഒരു 75% ആളുകളും ഇവിടെ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പകുതിയിലധികം ആളുകൾക്കും അറിയാം. അപ്പോ നമ്മൾക്ക് ആദ്യം തിരിച്ചറിയേണ്ടത് ഈ 70% അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും ആരെങ്കിലൊക്കെ പണം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ മേഖലയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ്. എന്റെ കുറച്ച് പണം പോയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എനിക്കൊന്ന് കാര്യങ്ങളൊന്നും അറിയാലോ, എന്റെ കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറങ്ങിയതായിരിക്കുമോ, അതോ പണം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയായിരിക്കുമോ? അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ആരും തന്നെ പണം നഷ്ടപ്പെടുത്തണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പൈസ പോയിക്കോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലല്ല ഇറങ്ങിയിരിക്കുന്നത്, ഇവിടുത്തെ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലും കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റ് മേഖലയെ അപേക്ഷിച്ച്, ലോകത്തിലെ മറ്റേത് മേഖല എടുക്കുകയാണെങ്കിലും അതിനെ അപേക്ഷിച്ച് മിനിമം റിസ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ടാണ് മറ്റ് ജോലിയും ബിസിനസ്സൊക്കെ ഉണ്ടായിട്ടും ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രധാന വരുമാനത്തിനായിട്ടോ നമ്മൾ കാത്തിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ലോകത്തിലുള്ള മറ്റ് മേഖലയെ അപേക്ഷിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അവസരത്തിനായിട്ട്, അതായത് മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മൾ എല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടാവും. ആരും ഇവിടെ ഉഴപ്പ് കാണിച്ചിട്ടുണ്ടാവില്ല, അഥവാ മടി പിടിച്ചിരുന്നിട്ടുണ്ടാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ വരും എന്നുള്ള രീതിയിൽ ആരും കാത്തിരുന്നിട്ടുണ്ടാവില്ല. നമ്മളാൽ കഴിഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും, പ്രയത്നിച്ചിട്ടുണ്ടാവും. ഇതും ശരിയാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെ? ആരെങ്കിലും ഇവിടെ ഉഴപ്പ് കാണിച്ച് മാറി നിന്നിട്ടുണ്ടാവില്ല, എന്തായാലും ഞാൻ മാർക്കറ്റിൽ ഇറങ്ങിയല്ലോ, ഇനിയിപ്പോ എന്തായാലും പൈസ വന്നോളും എന്നുള്ള രീതിയിൽ ആരും വന്നിട്ടുണ്ടാവില്ല, ആരും ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകൾക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ശ്രമിച്ചിട്ടും അവരതിനായിട്ട് പരിശ്രമിച്ചിട്ടും അവരത് ആഗ്രഹിച്ചിട്ടും അതിനായിട്ട് പ്രയത്നിച്ചിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പത്തോ വരുമാനമോ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിലെ അറിവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ടെക്നിക്കുകൾ, മെത്തേഡുകൾ, സ്ട്രാറ്റജികൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന് പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഈ ടെക്നിക്കും മെത്തേഡും സ്ട്രാറ്റജി എന്ന് പറഞ്ഞ പേരിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. ഇതെല്ലാം അറിവുകളാണെന്നും നമുക്കറിയാം. അപ്പോ
ഈ അറിവുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അറിവുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലെ 10% താഴെ മാത്രം സക്സസ് ആയിട്ടുള്ള ആളുകളുടെ മെത്തേഡുകൾ ആയിരിക്കുമോ, അതോ 90%-ലധികം ഫെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ടുള്ള ആളുകളുടെ മെത്തേഡുകളും സ്ട്രാറ്റജികളും കൺസെപ്റ്റുകളും ആയിരിക്കുമോ മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക, മാർക്കറ്റിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവുക, മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡ്, സ്ട്രാറ്റജി എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഈ 90%-ന്റേതായിരിക്കുമോ, അതോ 10%-ന്റെ കൺസെപ്റ്റും സ്ട്രാറ്റജികളും ആയിരിക്കുമോ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുക? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതനുസരിച്ച് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് മൈക്ക് ഓൺ ആക്കിയിട്ടോ അതല്ലെങ്കിൽ കമന്റിലോ ഒന്ന് അറിയിക്കുക. ചോദ്യം ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന, നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി, മെത്തേഡ്, കൺസെപ്റ്റ്, ഈ പേരിട്ട് വിളിക്കുന്ന എല്ലാ അറിവുകളും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവെ പബ്ലിക്കിന് ലഭിച്ചിരിക്കുന്ന അറിവുകളെല്ലാം ഈ 90% ഫെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ടുള്ള ആളുകൾ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡുകളും സ്ട്രാറ്റജികളും ആയിരിക്കുമോ, അതോ 10% സക്സസ് ആയിട്ടുള്ള ആളുകളുടെ മെത്തേഡും സ്ട്രാറ്റജിയും ആയിരിക്കുമോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്? 10%. 10%. ജോണി സാർ പറയുന്നു 10%. അഹമ്മദ് ഉണ്ണി സാർ പറയുന്നു 10%-ന്റെയാണ്. ശരി, അപ്പൊ അങ്ങനെ നമുക്ക് ഈ 10%-നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മളൊന്ന് ചിന്തിക്കുക, 10% ആളുകൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണവും വരുമാനവും സമ്പത്തും ഒക്കെ നേടിയിട്ടുള്ളതെന്ന് നമ്മൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ മെത്തേഡാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന, അത് മീൻസ് അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആ രീതിയിലനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ ആ രീതി നമുക്കും റിസൾട്ട് കൊണ്ടുതരേണ്ടതല്ലേ, അല്ലെങ്കിൽ നമ്മളും പ്രോഫിറ്റിലാകേണ്ടതല്ലേ? അപ്പൊ പിന്നെ 90% ആൾക്കാരും പരാജയപ്പെടാനുള്ള കാരണം എങ്ങനെയാ പരാജയപ്പെടുന്നത്? സക്സസ് ആയിട്ടുള്ള ആളുകളുടെ മെത്തേഡും സ്ട്രാറ്റജിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന അറിവുകളെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പകുതി ആളുകളെങ്കിലും സക്സസ് ആവേണ്ടതല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ പറയും. നമ്മളിവിടെ 66 പേരുണ്ട്. 90% എന്തെങ്കിലും ഒരു അഭിപ്രായത്തിൽ, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി, ഒരു വിഷയത്തിനെ പറ്റി നമ്മൾ ഇവിടെ ഡിസ്കഷനിൽ വെക്കുന്നു. ഈ 90%, അതായത് 60 പേരുടെ അഭിപ്രായങ്ങൾക്കാണോ അത് 6 പേരുടെ അഭിപ്രായങ്ങൾക്കാണോ നാട്ടിൽ വില ഉണ്ടാവുക, നാട്ടിൽ അവൈലബിൾ ആയിരിക്കുക? സിമ്പിൾ. നമുക്കറിയാം 66 പേരാണെങ്കിൽ 60 പേരുടെ അഭിപ്രായങ്ങൾ, 60 പേര് ഒരു സൈഡിൽ നിന്ന് അഭിപ്രായം പറയുകയാണെങ്കിൽ ബാക്കി 6 പേരാണ് ഓപ്പോസിറ്റ്, അഥവാ 10% ആളുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നെങ്കിൽ ഈ 10% ആളുകളുടെ അഭിപ്രായങ്ങൾക്കോ അവരുടെ രീതികൾക്കോ അവരുടെ ശരികൾക്കോ ഈ സൊസൈറ്റിയിൽ, അതായത് ഈ 66 പേരുള്ള സൊസൈറ്റിയിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടാവുമോ? അല്ലെങ്കിൽ അതായിരിക്കുമോ ആളുകൾ അംഗീകരിക്കുക? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ അതോ ക്ലിയർ ആവുന്നുണ്ടോ? ജോണി സാർ അംഗീകരിക്കില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഈ 10%-ന്റെ ആയിരിക്കുമോ? അത് നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. അതല്ലേ യാഥാർത്ഥ്യം. 10%-ന്റെ അറിവുകൾക്ക് ഇവിടെ വലിയ വിലയൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നൽകില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ 90% ആളുകൾ ഫോളോ ചെയ്ത്, അതല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ അവർ പരിശ്രമിച്ചിട്ടും സക്സസ് ആകാൻ കഴിയാതെ പോയ 90% ആളുകളുടെ മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും ആയിരിക്കും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ മെത്തേഡും സ്ട്രാറ്റജിയും കൺസെപ്റ്റും നമ്മൾ എത്ര പഠിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്താലും നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്തായിരിക്കും? ഒരു സംശയം വേണ്ട, ആ 90% പരാജിതരുടെ കൂട്ടത്തിലേക്ക് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളും ചെന്നെത്തിപ്പെടും. അതല്ലേ യാഥാർത്ഥ്യം? ശരിയല്ലേ സാറേ? ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെ? അപ്പൊ ഒന്നുകൂടെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ കിട്ടിയ അറിവുകളും മെത്തേഡുകളും സ്ട്രാറ്റജികളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക? സോഷ്യൽ മീഡിയാസിൽ, അല്ലെ? 90% അറിവുകളും മെത്തേഡുകളും സ്ട്രാറ്റജികളും ഇന്ന് കിട്ടിയിട്ടുണ്ടാവുക സോഷ്യൽ മീഡിയാസിലാണ്. ഒരു സംശയമില്ല. നമ്മൾ ആരെങ്കിലും നമ്മളുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലൊക്കെ നല്ലൊരു ജോലി കിട്ടണമെങ്കിലോ നല്ല വരുമാനം കിട്ടണമെങ്കിലോ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെങ്കിലൊക്കെ സോഷ്യൽ മീഡിയസിനെ ആശ്രയിക്കാറുണ്ടോ? ഒരു എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ച ഒരാള്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ തീരുമാനിച്ച ഒരാള്, ഒരു ഡോക്ടർ ആവാൻ തീരുമാനിച്ച ഒരാള് എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയസിനെ ആശ്രയിക്കാതെ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ സ്ഥലങ്ങളിലോ പോയി അന്വേഷിക്കുന്നു? സോഷ്യൽ മീഡിയസിൽ ഇതിന് എല്ലാത്തിലുള്ള സാധനം ഉണ്ടാവില്ലേ? ഒരു മെഡിസിൻ പഠിക്കുന്ന കൊച്ചിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും സോഷ്യൽ മീഡിയസിൽ ഉണ്ടാവും. ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറായി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ട ഈ കണ്ടന്റുകളും സോഷ്യൽ മീഡിയസിൽ ഉണ്ടാവും. യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ഗൂഗിളിലാണെങ്കിലും എവിടെയാണെങ്കിലും.
അതെന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല? ഈവൻ ഒരു എൻട്രൻസ് എക്സാമിന് പഠിക്കുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമുള്ള സകല സാധനങ്ങളും സോഷ്യൽ മീഡിയസിലുണ്ടാവും. പിന്നെ എന്തിനും മറ്റൊരു കോച്ചിങ് സെന്ററോ ഒരു ട്യൂഷൻ സെന്ററോ സെലക്ട് ചെയ്യുന്നു? പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമിഷ നേരം കൊണ്ട് പണം കയറി ഇറങ്ങുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ആരെങ്കിലും പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സോഷ്യൽ മീഡിയസിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മാർക്കറ്റിലെ സക്സസ് ആകാൻ സാധ്യതയുള്ള ഒരു മെത്തേഡോ കൺസെപ്റ്റോ സ്ട്രാറ്റജിയോ നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ മക്കളെ വേണ്ടപ്പെട്ടവർ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയത്തിൽ പഠിക്കും. ഇപ്പൊ 10ാം ക്ലാസ്സിന്റെയും അതുപോലത്തെ സ്കൂളിലെ പരീക്ഷ നടക്കുന്നു. പിള്ളേരോട് പറയുക, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയി പഠിച്ചിട്ട് അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, അതിനടുത്ത് പഠിച്ചിട്ട് പാസ്സായിക്കോളും എന്ന് പറയുമോ? ഇല്ല. നമ്മൾ സ്കൂളിൽ വിടുന്നു, പരമാവധി ട്യൂഷൻ വിടുന്നു. ഇതൊക്കെ നമുക്കറിയാം. വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, പണം ഉണ്ടാക്കണമെങ്കിൽ, സക്സസ് ആകണമെങ്കിൽ സോഷ്യൽ മീഡിയസിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്ന് നമുക്കറിയാം. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. വിജയിച്ചവർ കറങ്ങി നടക്കുന്ന ഒരു ഏരിയ അല്ല. അത് സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 90% ആളുകൾ ഏറ്റവും അധികം ഇൻവോൾവ് ആകുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന അറിവുകളും മെത്തേഡുകളും സ്ട്രാറ്റജികളും സ്വാഭാവികമായിട്ടും എന്തായിരിക്കും എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോരുത്തർക്കും. അപ്പോ സക്സസ് ആവണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡ്, കൺസെപ്റ്റ്, സ്ട്രാറ്റജി ഈ പേരിട്ട് വിളിക്കുന്ന എല്ലാം തന്നെ 90% അവർ പരിശ്രമിച്ചിട്ടും അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയ ഈ മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും ആയിരിക്കും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും, ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചാലും, എത്ര പ്രാക്ടീസ് ചെയ്താലും ശരി, നമ്മളുടെ റിസൾട്ടും ഈ 90% അഥവാ ഒരു ഫൈനലി ഒരു പരാജയം മാത്രമായിരിക്കാനാണ് സാധ്യത. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട് മെജോറിറ്റി ഭൂരിപക്ഷത്തിനെ എതിർത്ത് അല്ലെങ്കിൽ അവരുടെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കെതിരെ അവരുടെ രീതികൾക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകാൻ എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? പലർക്കും ഉണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 90% അറിവുകൾ തന്നെയാണ് ശരി, അതിന് എഗെയിൻസ്റ്റ് പോയാൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ള ഒരു ചിന്ത, അതല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് നമ്മളുടെ എല്ലാവരുടെയും സ്റ്റോക്ക് മാർക്കറ്റിലെ വില്ലൻ. അപ്പോ ഈ കാഴ്ചപ്പാടിനെതിരെ നിലനിൽക്കാൻ കഴിഞ്ഞാലാണ് നമുക്ക് സക്സസ് ആവുക. അതായത് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ, ഞാൻ ലക്ഷ്യമിട്ട രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ ആ മെത്തേഡിനെ ഒഴിവാക്കാനും പുതിയതിനെ, തോമസ് സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. ഇന്നലെ വരെ നേടിയ റിസൾട്ട് പോരാ എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നലെ വരെ എന്ത് മേഖലയിലാവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ എന്ത് മേഖലയിലാവട്ടെ, ഇന്നലെ വരെ നേടിയ റിസൾട്ട് പോരാ എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ വരെ നേടിയ അറിവുകളോ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റോ മതിയാകാതെ വരും മറ്റൊരു റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ട്രേഡിംഗ് മെത്തേഡോ കൺസെപ്റ്റോ സ്ട്രാറ്റജികളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലോ റിസൾട്ട് കൊണ്ടുതരുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. അതല്ല എങ്കിൽ അതിന് വേണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെ ഒഴിവാക്കി ഇതിൽ റിസൾട്ട് തരാൻ സാധ്യതയുള്ള മെത്തേഡ്, കൺസെപ്റ്റ്, സ്ട്രാറ്റജികളെ ഫോളോ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് സക്സസിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് പോലും ആരംഭിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ആർജവം വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ശരിയാവുമോ എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് എനിക്ക് ശരിയാക്കി മാറ്റണം എന്നുള്ള ചിന്തയിലേക്ക് അല്ലെങ്കിൽ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണം. എക്സാമ്പിൾ പറയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പ്രൊഫഷൻ, നമ്മൾ ഏത് മേഖല നമ്മൾ തിരഞ്ഞെടുത്തതിന്റെ പ്രധാന ഉദ്ദേശം മറ്റ് ഏതൊരു മേഖലയേക്കാൾ കൂടുതൽ വരുമാനവും സമ്പത്തും ഇവിടെ ഉണ്ടാക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ ഒരുപാട് നല്ല വരുമാനം ഉണ്ടാക്കുന്ന പ്രൊഫഷണൽസ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അപ്പോ ഈ ഏതൊരു പ്രൊഫഷണൽസിനേക്കാൾ കൂടുതൽ വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇപ്പോഴല്ല, നമ്മൾ ആ പ്രൊഫഷണൽസിന്റെ അത്രയും എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടായിരിക്കും നല്ലൊരു ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ടാവുക. നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനീയർ വലിയൊരു വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടായിരിക്കും എഞ്ചിനീയർ ആയിട്ടുണ്ടാവുക. അതുപോലെ അത്രയൊന്നും ഇല്ലെങ്കിലും അതിന്റെ 10-1 4-1 ഉള്ള സമയം, എഫേർട്ട്, ടൈം, മണി, എഫേർട്ട് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും ഒരു ഡോക്ടർ നേടുന്നതിനേക്കാൾ, ഒരു എഞ്ചിനീയർ നേടുന്നതിനേക്കാൾ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നേടുന്നതിനേക്കാൾ, ഒരു അഡ്വക്കേറ്റ് നേടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മളൊന്നും ഡോക്ടറോ എഞ്ചിനീയറോ ആകുമ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയത്. ആ സാധ്യത സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് താനും. കാരണം ഒരുപാട് അപ്പൊ നിങ്ങൾക്ക് ട്രേഡിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും മറ്റൊരു മേഖലയിലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ചുരുങ്ങിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട്
ഇത്രയധികം വരുമാനവും സമ്പത്തും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. ആ പ്രോഫിറ്റ് നിലനിർത്താൻ പറ്റാത്തതാണ് നമ്മളുടെയൊക്കെ പരാജയ കാരണം. പ്രോഫിറ്റ് കിട്ടാത്തതല്ല സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും പരാജയ കാരണം. കിട്ടിയ പ്രോഫിറ്റിനെ നിലനിർത്താൻ പറ്റാത്തതാണ് നമ്മളുടെയൊക്കെ പരാജയ കാരണങ്ങളൊന്ന്. അപ്പോ പ്രോഫിറ്റ് നേടാനും അത് നിലനിർത്താനും പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതൊരു മേഖലയെ അപേക്ഷിച്ചും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണവും സമ്പത്തും വരുമാനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ എപ്പോഴാണ് ആ ലെവലിലേക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പണവും വരുമാനവും സമ്പത്തും ഉണ്ടാക്കാനുള്ള ആ ലെവലിലേക്ക് എപ്പോഴാണ് എത്തുക എന്നാണ് നമുക്ക് പലർക്കും അറിയാതെ പോയത്. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മളെല്ലാവരും പണം ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന്റെ ഒരു സ്വപ്നത്തിന്റെ പുറകെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, ലോകത്തിലെ ഏതൊരു മേഖലയിലും തുടക്കക്കാരന് വളരെ വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഒരു ഡോക്ടർക്ക് അത് പഠിക്കുന്ന സമയം മുതൽ, പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും ഒരു പ്രൊഫഷണൽ ഡോക്ടർക്ക് ഉണ്ടാകുന്ന അത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഇലക്ട്രീഷ്യന് പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ഇലക്ട്രീഷ്യൻ ഉണ്ടാക്കുന്ന അത്രയും വരുമാനം സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പഠിക്കുന്ന കാലത്ത് ഒരു എക്സ്പെർട്ടായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കിട്ടുന്ന അത്രയും വരുമാനം പഠിക്കുന്ന ഒരു പയ്യൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകുന്നത് വരെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പണവും വരുമാനവും ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? അത് പ്രതീക്ഷിക്കുന്നതല്ലേ നമ്മളുടെ പരാജയ കാരണങ്ങളുടെ പ്രധാനം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ സമയം മുതൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പഠിച്ച്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ചെയ്യേണ്ടതെന്ന് പഠിച്ച്, എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങേണ്ടത് വിൽക്കേണ്ടതെന്ന് പഠിച്ചു, എന്താണ് ഫ്യൂച്ചർ, എന്താണ് ഓപ്ഷൻസ്, എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ, ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഇത് വാങ്ങാനും വിൽക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് പെട്ടെന്നുള്ളൊരു വരുമാനമാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഏതൊരു മേഖലയിലും ശരിയായ മെത്തേഡുകളും ശരിയായ സീക്രട്ടുകളും അതുപോലെ തന്നെ ശരിയായ രീതികളും പഠിച്ച് അതിൽ സ്കിൽഡ്, വൈദഗ്ധ്യം നേടിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു വരുമാനവും സമ്പത്തൊക്കെ ഏതൊരു മേഖലയും നമുക്ക് ഉണ്ടാക്കൂ. അപ്പോ അത് തന്നെയല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും, നിങ്ങൾ സ്വപ്നം കണ്ട അത്രയും, നിങ്ങൾ ലക്ഷ്യമിടുന്ന അത്രയും പണവും സമ്പത്തും വരുമാനം ഉണ്ടാക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ അഥവാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വൈദഗ്ധ്യം നേടണം സ്റ്റോക്ക് മാർക്കറ്റിൽ. അതല്ലേ ഏത് മേഖലയിലും. ഒരു ടീച്ചർ, തുടക്കക്കാരനായിട്ടുള്ള ഒരു ടീച്ചറെ പോലെയാണോ എക്സ്പീരിയൻസ് ഉള്ള വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോൾ? അല്ല, വ്യത്യാസമുണ്ട്. അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഏത് മേഖലയിലും വൈദഗ്ധ്യം നേടിയാൽ അവിടെ കിട്ടുന്ന റിസൾട്ടിൽ ഒരു തുടക്കക്കാരനേക്കാൾ ഉപരി വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലും വൈദഗ്ധ്യം നേടിയാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പണവും സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുക. എന്തിനാണ് വൈദഗ്ധ്യം നേടേണ്ടത്? സ്റ്റോക്ക് മാർക്കറ്റിൽ വിദഗ്ധനാകണം, വൈദഗ്ധ്യം നേടണം, എക്സ്പെർട്ട് ആവണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ, എപ്പോൾ, എങ്ങനെയാണ് വൈദഗ്ധ്യം നേടേണ്ടത് എന്നുള്ളതാണ് അടുത്തത് പഠിക്കേണ്ടത്. വൈദഗ്ധ്യം നേടേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഏരിയയിലാണ്. ചിന്തിച്ചു നോക്കി, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ നമ്മളുടെ കൺട്രോളിലുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? രണ്ട് കാര്യങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാനുള്ളൂ. രണ്ട് കാര്യം. ഒന്ന്, എൻട്രി എടുക്കുക. രണ്ട്, എക്സിറ്റ് ചെയ്യുക. അതിപ്പോ എന്തിനു വേണ്ടിയാവട്ടെ, ഇൻട്രാഡേക്ക് ആവട്ടെ, സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് എവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. നമ്മളുടെ ജോലിയുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, അത് ഇൻ കേസ് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് താഴേക്ക് ലോസിലേക്ക് പോവുകയാണെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യണം. അതായത് മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കുള്ള ജോലി ഇത് രണ്ടും മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ജോലി നിങ്ങളുടെ കൺട്രോളിലുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൺട്രോളിൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരു സ്റ്റോക്കിൽ, ഇൻഡെക്സിൽ അത് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഇതിനപ്പുറത്തേക്ക് ഒരു ട്രേഡറുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒന്നുമില്ല. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അപ്പോ ഈ കാര്യത്തിൽ മാത്രമേ നമ്മൾ എക്സ്പെർട്ട് ആകേണ്ടതുള്ളൂ, വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ.
നമ്മൾ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഇൻഡെക്സിന് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഇതിൽ മാത്രമേ വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേ, നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്, സോഷ്യൽ മീഡിയത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും ഈ 3 കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണം, ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു സ്റ്റോക്ക്, അത് എന്റെ ക്യാപിറ്റൽ അനുസരിച്ച്, എന്റെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് ആ വാങ്ങിയ സ്റ്റോക്ക് താഴേക്ക് വരികയാണെങ്കിൽ ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട്, റിസ്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ശേഷി ആർജിക്കുക. മാർക്കറ്റ് മുകളിലേക്ക് പോകും തോറും, 100 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് മുകളിലേക്ക് പോകും തോറും എപ്പോ മാക്സിമം പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യണം എന്ന തീരുമാനം എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ശേഷി ആർജിക്കുക. ഇതിനപ്പുറത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ആൾസോ സെലക്ടഡ് സ്റ്റോക്ക്, യെസ്, സെലക്ടഡ് സ്റ്റോക്കും അതിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഏത് സ്റ്റോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കി, എല്ലാ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കി മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ജോലിയുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമേ നമ്മൾ എക്സ്പെർട്ട് ആകേണ്ടതുള്ളൂ, വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം, നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഏതൊരു ഡോക്ടറോ എഞ്ചിനീയറോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ വക്കീലോ അവരൊരു പ്രൊഫഷണൽ ആയിരുന്ന അല്ലെങ്കിൽ എക്സ്പെർട്ട് ആവുന്ന കാലത്തിന്റെ 10-1 അല്ലെങ്കിൽ 4-1 സമയം മതി സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഓരോരുത്തർക്കും എക്സ്പെർട്ട് ആവാൻ അല്ലെങ്കിൽ വൈദഗ്ധ്യം നേടാൻ. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കും. എല്ലാവർക്കും ഒരേ കാലഘട്ടം കൊണ്ട് പറ്റില്ല. പക്ഷെ ചിലരെ സംബന്ധിച്ചോളം 1 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരാൾക്കും വൈദഗ്ധ്യം നേടാൻ പറ്റും. 1 മാസം മുതൽ 2 വർഷം വരെയുള്ള കാലയളവ്, അത് ഡിപ്പെൻസ്. ഓരോരുത്തരെയും പഠിക്കാനുള്ള ശേഷി, മനസ്സിലാക്കാനുള്ള ശേഷി, തീരുമാനം എടുക്കാനുള്ള കഴിവ് അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 1 മാസം മുതൽ 2 വർഷം വരെ സമയമെടുത്താൽ ഏതൊരാൾക്കും 10, 15, 20 വർഷം കൊണ്ട് ഒരു ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ടന്റും ആർജിച്ച വൈദഗ്ധ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നേടാൻ കഴിയും, ഒരു സംശയമല്ല. പക്ഷെ അതിനൊന്ന് വേണം, ആദ്യത്തെ ഇച്ഛാശക്തിയും ആർജവും വേണം. ഇച്ഛാശക്തിയും ആർജവും ഏത് മേഖലയിലാണ് വേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന 90% ആളുകളുടെ മെത്തേഡുകളോ കൺസെപ്റ്റുകളോ സ്ട്രാറ്റജികളോ ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നും, അത് ആ 90% അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് നേടാൻ കഴിയാത്ത മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളുമാണ്, അതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനും അതിനെ ഒപ്പം ആ തീരുമാനം നമ്മൾ ഫോളോ ചെയ്യാനുള്ള ആർജവവുമാണ് നമുക്ക് ആവശ്യം. അതുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ 90% ആളുകളും പരാജയപ്പെടില്ല. അതില്ലാത്തതാണ് പ്രശ്നം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഫീൽഡിൽ ആരും, അതായത് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ നിൽക്കുന്നവര് പകുതിയോളം ആളുകളും പിന്മാറിയ ചരിത്രം മറ്റൊരു മേഖലയിലില്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇറങ്ങുന്നത്. ഇതെനിക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പിന്മാറിപ്പോകും. മറ്റൊരു മേഖലയിലും ഇത്രയധികം ആളുകൾ പിന്മാറുന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ പിന്മാറുന്നുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ 90% ആളുകളുടെ പരാജയത്തിന്റെ പ്രധാന കാരണം നമ്മളുടെ കാഴ്ചപ്പാടും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള സമീപനവും തന്നെയാണ്. ഈ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരുത്തുക എന്നുള്ളതാണ് SMT അക്കാദമിയുടെ ലക്ഷ്യം. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് 135ഓളം ബാച്ചുകളിലൂടെ 1000-ലധികം സ്റ്റുഡൻസുകളുണ്ട്. എവരിഡേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, ആ പങ്കെടുത്ത സ്റ്റുഡൻസിന് എല്ലാ ദിവസവും ക്ലാസ് കൊടുക്കുന്ന, എല്ലാ മാർക്കറ്റ് ദിവസങ്ങളിലും ക്ലാസ് കൊടുക്കുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കാണാൻ പറ്റില്ല. കാരണം പഠിപ്പിക്കുന്ന മെത്തേഡുകൾ മാർക്കറ്റിൽ റിസൾട്ട് കൊണ്ട് തരുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും ഈ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ നമ്മളുടെ നേരിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം, ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് എങ്ങനെ മനസ്സിലാക്കണം, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ മാർക്കറ്റിൽ റിസൾട്ട് കൊണ്ട് തരുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും ശ്രദ്ധിച്ചു കേൾക്കുക, 3 മാസക്കാലത്തേക്ക് എല്ലാ ദിവസവും മാർക്കറ്റുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡുകൾ ഗുണം ചെയ്യുമെങ്കിൽ മാത്രമേ ഫേസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് ഈ സ്റ്റുഡൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസം, ഈ 3 മാസക്കാലത്തിനിടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ നടത്തുന്നു. കാരണം ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ ചിന്തിക്കുക, രാവിലെ 9-10 മുതൽ ആഴ്ചയിൽ 2 ദിവസം സൂം ക്ലാസ് ഉണ്ടാവും.
നമുക്കറിയാം 9:10 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നില്ല, 9:15 മാത്രമേ ഓപ്പൺ ചെയ്യൂ. അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങോട്ട് പോകുന്നു, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന് പഠിക്കുന്നത് ഈ ലൈവ് സെഷൻസിലാണ്. അത് നമുക്ക് എത്ര കാലം പരാജയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. 90% ആളുകൾ പരാജയപ്പെടുന്നതാണെങ്കിൽ നമ്മളുടെ സിസ്റ്റം, നമ്മുടെ മെത്തേഡും ഫെയിൽ ആകുന്ന മെത്തേഡ് ആണെങ്കിൽ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ 135 ബാച്ച് കേരളത്തിലും ദുബായിലും ഒക്കെ ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അത് സങ്കല്പിക്കാൻ കഴിയുന്നതാണോ എന്ന് കൂടെ ചിന്തിക്കുക. അപ്പോ എന്ത് പഠിക്കണം, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ആവശ്യമുള്ളതാണോ? ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ ഇത് എങ്ങനെ നേടിയെടുക്കണം? അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ പഠിക്കണം? എവിടെ പഠിക്കണം? ഈ ചോദ്യത്തില് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്കും കഴിയണ്ടേ? കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണെന്ന് പറഞ്ഞു. അതായത് ഒരു ട്രേഡ് എൻട്രി എടുത്താൽ, ഒരു ഇൻവെസ്റ്റ്മെന്റിനായിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റിലാണോ, എന്തുമാത്രം പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, ലോസിലാണോ, എങ്ങനെ നമ്മൾ ലോസ് ലിമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അതിനൊക്കെ റിസൾട്ട് ഉണ്ടാവുന്നത് നമ്മുടെ തീരുമാനത്തിനെ അപേക്ഷിച്ചാണ്. നമ്മളുടെ തീരുമാനങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ റിസൾട്ട് കൊണ്ടുതരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിലെ റിസൾട്ട് തീരുമാനിക്കുന്നതും നിങ്ങളുടെ ഡിസിഷൻസ്, തീരുമാനങ്ങളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നേടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങളിലെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് സക്സസ് ആകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുള്ള ഉത്തരങ്ങളിൽ ഒന്നാണ് SMT അക്കാദമി എന്ന് പറയുന്ന പ്രോഗ്രാം. കാരണം നേരിട്ടുള്ള ഒരു ദിവസത്തെ ക്ലാസ് പങ്കെടുത്തിട്ട് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ 3 മാസത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തെ മറ്റന്നാൾ കോഴിക്കോട് നടക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന മെത്തേഡുകൾ ഉപയോഗിച്ചാൽ, സ്ട്രാറ്റജികൾ ഉപയോഗിച്ചാൽ ആ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഗുണമുണ്ടാകുമോ? ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യുന്ന 2000 രൂപ മാത്രം, അത് മാത്രമേ ചെലവ് വരുന്നുള്ളൂ. അതിനുശേഷം തൃപ്തിയായെങ്കിൽ മാത്രം 3 മാസത്തെ കോഴ്സ്. വീണ്ടും പറയുന്നു, 3 മാസം നമ്മൾ ഒരുമിച്ച് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആ പഠിക്കുന്ന മെത്തേഡ് അനുസരിച്ച് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ ചെയ്യുമ്പോൾ 70% പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ തുടർച്ചയായി 3 മാസമൊക്കെ നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസങ്ങളും ഇരിക്കാൻ പറ്റൂ. അതല്ല പകുതിയോളം നമ്മൾ എടുക്കുന്ന ട്രേഡ് ലോസുകളിലാണ് പോകുന്നതെങ്കിൽ, ലോസിലാണ് പോകുന്നതെങ്കിൽ എത്ര ദിവസം നമുക്ക് ഒരുമിച്ച് സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? ഏതാനും ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ, കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുക, എടുക്കുന്ന ട്രേഡുകൾ മിക്കതും ലോസിലാണ് പോകുന്നതെങ്കിൽ എത്ര നാൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യും? എത്ര ബാച്ച് കേരളത്തിൽ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാനുള്ള ആ ഒരു പ്രാപ്തി അല്ലെങ്കിൽ ആ ഒരു ആർജവം നിങ്ങൾ കാണിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിന് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് എന്ന് അനേകം സ്റ്റുഡൻസിന് പഠിച്ച പോലെ, അനേകം സ്റ്റുഡൻസ് ഇപ്പൊ നേടിക്കൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്കും സാധിക്കും. ഒരു സംശയമില്ല. അതിനുള്ള ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ജസ്റ്റ് മറ്റന്നാൾ നടക്കുന്ന കോഴിക്കോട് നടക്കുന്ന ക്ലാസ്. ജസ്റ്റ് ഒരു 2000 രൂപ അടച്ചുകൊണ്ട് പരീക്ഷിച്ച് നോക്കുക. പങ്കെടുക്കുക എന്ന് പോലും പറയുന്നില്ല, പരീക്ഷിച്ച് നോക്കുക. ഇത് യൂസ്ഫുൾ ആകും. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ക്ലാസ് മാറ്റം കൊണ്ടുതരും. ഈ പഠിക്കുന്ന മെത്തേഡുകൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിൽ, നിങ്ങൾ ലക്ഷ്യമിട്ട രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ബാക്കി 3 മാസത്തെ കോഴ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോ ധൈര്യമായിട്ട് വന്ന് പങ്കെടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും, 100% ഉറപ്പ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻട്രാഡേ ട്രേഡർ ആവട്ടെ, സ്വിംഗ് ട്രേഡർ ആവട്ടെ, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, ഫുൾ ടൈം ട്രേഡർ ആവട്ടെ, എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിൽ വരുന്നവരാവട്ടെ, ഏത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു രീതിയിലുള്ള പണവും സമ്പത്തും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ഗുണകരമാകുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, അത് ഉറപ്പായിട്ടും ഗുണകരമാകും. അപ്പൊ 9605633033 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് 2000 രൂപ മാത്രം അഡ്വാൻസ് ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്തു. ജസ്റ്റ് 2000 രൂപ പരീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതായത് അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അതിപ്പോ തന്നെ ഇന്ന് തന്നെ ശരിക്കും അത് ഈ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്തവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് പോലെ അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് ഇപ്പൊ ഇത് കേട്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ക്ലാസ് പങ്കെടുക്കുന്നതിന്റെ പിറ്റേന്ന് മുതലുള്ള മാർക്കറ്റ് ദിവസങ്ങളിലുള്ള ഈവനിങ് ക്ലാസ്സുകളില് ഇതിനു മുൻപ് പങ്കെടുത്ത ബാച്ചുകളിലുള്ളവരെ വിജയിച്ചവരെ കണ്ടുമുട്ടാൻ കഴിയുന്നത് വലിയ ഊർജ്ജമായിരിക്കും ചെയ്യുന്നത് കൂടെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ലൈഫ് ലോങ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ബേസിക് അറിയാത്തവർക്ക് പങ്കെടുക്കാം, പ്രൊഫഷണൽ ട്രേഡേഴ്സിനും വന്ന് പങ്കെടുക്കാം. മറ്റന്നാളത്തെ ക്ലാസ്സിൽ തന്നെ വെറും 10000 രൂപ ക്യാപിറ്റൽ കൊണ്ട് രാകേഷ് ജുംജുൻവാല നേടിയത്രയും സാമ്പത്തിക നേടാനുള്ള ഫോർമുലയും പൂർണ്ണമായും പഠിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ധൈര്യമായിട്ട് പോന്നോളൂ, ഒരു സംശയവും വേണ്ട. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ക്ലാസ് ലഭിക്കുകയും ചെയ്യും. ജസ്റ്റ് 2000 രൂപ നമ്മുടെ ആയുഷ്കാല ലൈഫ് സാമ്പത്തിക കുതിപ്പിന് വേണ്ടി ജസ്റ്റ് 2000 രൂപയെ പരീക്ഷിക്കാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. അത് കഴിയുകയും വേണം, അത് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അപ്പൊ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. 9605633033 സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അതിലേക്ക് ജസ്റ്റ് 2000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് മുഴുവൻ പങ്കെടുക്കാം. ക്ലാസ് തൃപ്തിയായെങ്കിൽ മാത്രം ബാക്കി ഫീസ് അടച്ച് കോഴ്സ് തുടർന്നാൽ മതി. 14,000 രൂപയാണ് കോഴ്സിന്. 12,000 രൂപ മറ്റന്നാളത്തെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങൾക്ക് തൃപ്തിയായെങ്കിൽ മാത്രം അടച്ചാൽ മതി എന്ന് പറയാൻ കഴിയുന്നതിൽ നിന്ന് തന്നെ അതിന്റെ ക്വാളിറ്റി ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നും പറയാനില്ല. ശനിയാഴ്ച നമുക്ക് നേരിൽ കാണാം. ട്രിവാൻഡ്രത്താവട്ടെ, കൊച്ചി ആവട്ടെ, കണ്ണൂരാവട്ടെ, ആ ഒരു ദിവസം മാറ്റിവെക്കാൻ മടിക്കേണ്ടതില്ല. മഞ്ഞ്, മഴ, വെയില്, കാറ്റ്, യാത്രാക്ലാശം ഒന്നും വിജയിയായ ഒരാളെ തടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർജവത്തോടെ ഇച്ഛാശക്തിയോടെ പോകുന്നോളൂ. ഇത്ര നേരം പറഞ്ഞാൽ എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കാം. അങ്ങോട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ക്ലാസിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ. എറണാകുളത്തിന് എന്നാ ക്ലാസ് ഉണ്ടാവും? എറണാകുളത്ത് ഒക്ടോബർ 5, എറണാകുളത്ത് ഒക്ടോബർ 5-ാം തീയതി. ഒക്ടോബർ 5-ാം തീയതി ഇനി എറണാകുളത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒക്ടോബർ 5-ാം തീയതി. ഒക്ടോബർ 5 ശനിയാഴ്ച. കാരണം അതിന് നമ്മള് ഒരു ഖത്തർ ദുബായ് പര്യടനമാണ്. ഖത്തറിലും ദുബായിലും ആണ് ക്ലാസ്സുകൾ, അതിന് മുമ്പുള്ള ക്ലാസ്സുകൾ. എന്റെ ഒരു സംശയം, ഈ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് മുതൽ ട്രേഡിംഗ് തുടങ്ങാൻ പറ്റും? സാർ ഇതിനു മുമ്പ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ട്രേഡ് ചെയ്യാൻ പോകുന്നതാണോ, ഇതൊന്നും ചെയ്തിട്ടില്ലാത്തതാണോ? ഓൾറെഡി എനിക്ക് ഒരു എന്താ പറയുക ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. ഒരു അപ്സ്റ്റോക്സിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ലോങ് ടൈം ഇത് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സെഗ്മെന്റ് ചെയ്യുന്നുണ്ടോ, അതോ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് സാർ ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അല്ല, എന്റെ ഒരു ഫ്രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, എന്റെ ഏട്ടൻ ചെയ്യാറുണ്ട്. അവര് റോബോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ചെയ്തോണ്ടിരിക്കുന്നത്. സാറിനെ ഹലോ, ഈ കോഴ്സ് ഈ ഇൻവെസ്റ്റ്മെന്റ് ആണ് സാർ, ഇൻവെസ്റ്റ്മെന്റും സ്വിംഗ് ട്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ് തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ചെയ്യാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് തന്നെ തരുന്നുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെന്റിനും വേണ്ട റെക്കമെൻഡേഷൻസ് 3 മാസക്കാലത്തേക്ക് തരുന്നുണ്ട്. ഇനി സ്വയം പര്യാപ്തരാവണമെങ്കിൽ ശരാശരി നേരത്തെ പറഞ്ഞ പോലെ 1 മാസം മുതൽ ചിലപ്പോൾ ഒരു 3 മാസം വരെ എടുത്തേക്കാം. അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ നമ്മുടെ പഠിക്കാനുള്ള ആർജവും കഴിവും ആ ഒരു ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടു. ഓക്കെ, താങ്ക് യു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെന്റിനും വേണ്ട റെക്കമെൻഡേഷൻസ് കിട്ടുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. മേഖല ഒരാളുടെ ചോദ്യമുണ്ട്. കാലിക്കറ്റ് മാഡം, കാലിക്കറ്റ് മറ്റന്നാളാണ് കേട്ടോ. മറ്റന്നാൾ 7-ാം തീയതി മറ്റന്നാളാണ് കാലിക്കറ്റ്. മറ്റന്നാൾ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45 വരെ കോഴിക്കോട് ഹോട്ടൽ മാനുവൽ സൺസിലാണ്. മലബാർ പാലസ്, മാനുവൽ സൺസ്. മാനുവൽ സൺസ്, മലബാർ പാലസ്. അപ്പൊ ഈ മാനുവൽ സൺസിലെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഫർദർ ക്ലാസ് ഫോളോ അപ്പ് ഉടനെ ഉണ്ടാവുമോ, അതോ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ? നോ സാർ, നെക്സ്റ്റ് മൺഡേ മുതൽ. അതായത് നമുക്ക് ക്ലാസ് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച മാർക്കറ്റ്, ശനി ഞായർ മാർക്കറ്റ് അവധിയുണ്ട്. ശനി ഞായറും ക്ലാസ്സുകളില്ല. തിങ്കളാഴ്ച മുതൽ ക്ലാസ് ഉണ്ടാവും. ഓക്കെ സാർ, ഈ ഓൺലൈൻ ക്ലാസ് ഏത് സമയത്തായിരിക്കും, എത്ര ദിവസം ഉണ്ടായിരിക്കും ആഴ്ചയിൽ? 3 മാസക്കാലത്തേക്കാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത്. അത് വൈകുന്നേരം 7:30 മുതൽ 9:30 വരെയാണ് നമുക്ക് ക്ലാസിന്റെ ടൈം. ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അതിന്റെ റെക്കോർഡ് വീഡിയോ നൽകുന്നുണ്ടാവും കേട്ടോ. സോറി, മാർക്കറ്റ് ദിവസങ്ങളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഇങ്ങനെ മാർക്കറ്റ് ദിവസങ്ങളാണ്. മാർക്കറ്റ് അവധിയുള്ള ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, ആഴ്ചയിൽ 5 ദിവസം ഉണ്ടായി. ഞാൻ ഫോറക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവുമോ ഇതില്? ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ് ആണ്. ഇന്ത്യൻ മാർക്കറ്റ് ആണ്. ആരോ കാര്യമായിട്ട് ഇരുന്ന് പടം പറയുന്നുണ്ടല്ലോ. നമ്പർ ഒന്നുകൂടെ ഡിസ്പ്ലേ. അപ്പോ ഇന്ത്യൻ മാർക്കറ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ എൻട്രി എക്സിറ്റ് റോളുകളിൽ നമുക്ക് ഫോറക്സിലും ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളവിടെ ഫോറക്സ് പ്രതിപാദിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പുറത്തു പോയിട്ടും അല്ലാതെയും ഫോറക്സിലും അതുപോലത്തെ ഇതിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്.
റൈറ്റ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഒരു ഡൗട്ട് കൂടി. ആക്ച്വലി ഇത് നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് കൊമോഡിറ്റീസ് മാർക്കറ്റിലും എംപ്ലോയ് ചെയ്യാൻ പറ്റുമോ, അതോ ദിസ് ഈസ് ഓൺലി സ്റ്റാൻഡ് അലോൺ സ്ട്രാറ്റജീസ്? എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇത് ശരിക്കും ഒരു പ്രൈസ് ആക്ഷൻ ആണ്. പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻഡിൽസിനെ ഫോളോ ചെയ്ത് അഥവാ നമ്മൾ ചാർട്ടിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏത് മാർക്കറ്റിലും നമുക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. ലോകത്തിലെ ഏത് മാർക്കറ്റിലും. കാരണം പ്രൈസ് മൂവ്മെന്റ് നമുക്ക് മുമ്പിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരേ ഒരു സാധനം ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് അഥവാ ചാർട്ടുകളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുന്നതായതുകൊണ്ട് ലോകത്തിലെ ഏത് മാർക്കറ്റിലും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അതെ സാർ. അപ്പോ മറ്റന്നാൾ നേരിട്ട് കാണാം. ധൈര്യമായിട്ട് വരിക. നിങ്ങളുടെ പണം നഷ്ടമാവില്ല, സമയം നഷ്ടമാവില്ല എന്ന് 100% ഗ്യാരണ്ടി. ഒരു ദിവസം എന്റെ സമയം പോയി കിട്ടുമോ, എന്റെ പണം പോയി കിട്ടുമോ, ഇത് രണ്ടും നഷ്ടമാവില്ല എന്നുള്ള 100% ഗ്യാരണ്ടി. മറ്റന്നാൾ 7-ാം തീയതി വൈകുന്നേരം, മറ്റന്നാൾ 7-ാം തീയതി ശനിയാഴ്ച, മറ്റന്നാൾ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:45 വരെ കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ഹോട്ടൽ മാനുവൽ സൺസ് മലബാർ പാലസ്, ഹോട്ടൽ മലബാർ പാലസ്. ധൈര്യമായിട്ട് പോകുന്നോളൂ. ഓക്കെ, അഹമ്മദ് സർ, വെൽക്കം സർ, വെൽക്കം. അപ്പൊ അങ്ങനെ അവിടെ എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റന്നാൾ നേരിൽ കാണാമെന്നും പ്രത്യാശിച്ചുകൊണ്ട് നേരിൽ കാണാം. തീർച്ചയായിട്ടും ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. മറ്റന്നാളത്തെ ക്ലാസ് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് സാർ എന്തോ പറയാമെന്നല്ലോ. അതെ, അല്ലല്ലേ, ജസ്റ്റ് മറ്റന്നാൾ നേരിട്ട് കാണാന്ന് പറയായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ സാറിന്റെ Yes, sir. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. See you.